ഇതിനെക്കുറിച്ച് മിണ്ടരുതെന്നാണ്. ദേശീയപാത 45 മീറ്റർ ആക്കുന്നതിനെക്കുറിച്ച് മിണ്ടാൻ പാടില്ലേ? ദേശീയപാത 45 മീറ്റർ ആക്കുന്നതിനെക്കുറിച്ച് ഇനി ചർച്ചയില്ലെന്ന് പിണറായി വിജയൻ. ആരോട് ചർച്ചയില്ലെന്ന് സർ? മലയാളിയുടെ വർത്തമാനകാലത്തിന് വർത്തമാനം, കേരള സമ്മിറ്റ് വീണ്ടും. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരത്ത് കളീക്കവിള വരെ 676 കിലോമീറ്റർ. ഈ കിലോമീറ്റർ ഇത്രയും അധികം 45 മീറ്ററിൽ വീതി വർദ്ധിപ്പിക്കണമെങ്കിൽ ഇനി ഏറ്റെടുക്കേണ്ടത് 3283 ഏക്കർ. ഇതിന് ഇപ്പോഴുള്ള മതിപ്പ് ഭൂമിയുടെ വില വെച്ച് നോക്കിയാൽ പോലും 17,500 കോടി രൂപ വരും. ഇത് ഏറ്റെടുത്തു കൊടുക്കാനുള്ള ധനശക്തി നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കാലിയായിക്കൊണ്ടിരിക്കുന്ന ഖജനാവിലുണ്ടോ? ഇല്ലെങ്കിൽ എന്തർത്ഥത്തിലാണ് 45 മീറ്ററിനെ കുറിച്ച് ഇനി ചർച്ച പാടില്ല എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്? അന്വേഷിക്കുകയാണ് കേരള സമ്മിറ്റ്. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കാത്ത സാഹചര്യത്തിൽ 45 മീറ്ററിൽ തന്നെ ഈ റോഡിന്റെ വീതി വർദ്ധിപ്പിക്കണമെന്ന താല്പര്യം ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്? കേരള സമ്മിറ്റ് അന്വേഷിക്കുന്നു. 30 45. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവരാണ്: പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും ആ പ്രവർത്തകനുമായ ശ്രീ CR നീലകണ്ഠൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രതിനിധി അഡ്വക്കേറ്റ് രവി പ്രകാശ്, കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടറും CPM നേതാവുമായ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, KPCC ജനറൽ സെക്രട്ടറി ശ്രീ KP അനിൽകുമാർ, സോളിഡാരിറ്റി പ്രവർത്തകൻ ശ്രീ T ഷാക്കീർ, നാഷണൽ ഹൈവേ ആക്ഷൻ കൗൺസിൽ കൺവീനർ ശ്രീ അബുലൈസ് തേഞ്ഞിപ്പലം, ഒപ്പം കുടിയൊഴിക്കൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളും ആ കുടുംബങ്ങളെ പ്രതിനിധീകരിച്ച് സമര രംഗത്തുള്ളവരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഞാൻ ആദ്യം ശ്രീ KT നിന്ന് തുടങ്ങട്ടെ. 45 മീറ്ററിനെ കുറിച്ച് ചർച്ചയില്ല എന്ന് ശ്രീ പിണറായി വിജയൻ സൂചിപ്പിച്ചത് ഏതർത്ഥത്തിലാണ്? ഏത് തരത്തിലുള്ള ചർച്ചയില്ലെന്നാണ്? ഇനി ഒരു സർവകക്ഷി യോഗം വിളിക്കില്ല എന്നാണോ? അതല്ല, കുടിയൊഴിക്കപ്പെടാൻ പോകുന്നവരെ ഇനി ചർച്ചയ്ക്ക് വിളിച്ച് അവരെ ഗവൺമെൻറ് അവരുടെ വിശ്വാസത്തിലെടുക്കില്ല എന്നാണോ? മാധ്യമങ്ങൾ ഇത് ഇനി ചർച്ച ചെയ്യേണ്ട എന്നാണോ? ഇനി ഇത് ഞങ്ങൾ നടപ്പാക്കിക്കൊള്ളാം എന്നുള്ള തീരുമാനമാണ്? ഒരു ജനാധിപത്യ സമൂഹമാണ് നമ്മുടേത്. പൊതുവായി ഇക്കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാകാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കില്ല. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തന്നെ കാസർഗോഡ് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്, ഈ കാര്യത്തിൽ ഒരു പൊതു സമവായം ഉണ്ടാക്കണം. 45 മീറ്റർ ഇപ്പോൾ ദേശീയ അതോറിറ്റിയുമായിട്ടുള്ളൊരു ധാരണയാണ്. ഈ ധാരണയിൽ നിന്ന് കേരളത്തിൽ റോഡ് വികസനത്തിന് ആവശ്യമായ നടപടികളിലേക്ക് നീങ്ങണമെന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ ഇതിന് ഇരകളാവുന്ന അല്ലെങ്കിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ പൂർണ്ണമായ ഒരു പുനരധിവാസ പാക്കേജ് ആവിഷ്കരിക്കാതെ, അവർക്ക് കൂടി സമ്മതമായ ഒരു ധാരണയുണ്ടാക്കാതെ ഒരു കാരണവശാലും റോഡ് വികസനം മാത്രമല്ല ഒരു വികസന പദ്ധതിയും മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വ്യക്തമായ നിലപാട്. ചർച്ചയ്ക്കില്ല എന്നുള്ളൊരു വാദം ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആർക്കും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും, എന്ത് സംശയം? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവാദാത്മകമായ ഒരു നിലപാട് വഴി മാത്രമേ എല്ലാ വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. നിലപാടുകൾ ഉണ്ടാകാം, വ്യത്യസ്തതകൾ ഉണ്ടാകാം, മുന്നണിക്കും പാർട്ടിക്കും നിലപാടുകൾ ഉണ്ടാകാം, മന്ത്രിസഭയ്ക്ക് നിലപാടുകൾ ഉണ്ടാകാം. ഇത് കേരള സമൂഹത്തിന്റെ പൊതുവായ ഒരു സമ്മതി, അത് സംവാദങ്ങളിലൂടെ ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ദീർഘമായ ഒരു സംവാദം കേരളത്തിൽ നടന്നിട്ടുണ്ട്, സമരങ്ങൾ നടന്നിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായ ആലോചനകൾ നടന്നിട്ടുണ്ട്. അല്ല, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ 45 മീറ്ററിൽ റോഡ് നിർമ്മാണത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. ഈ കാര്യങ്ങളും കേരളത്തിൻ്റെ ഇപ്പം 600 ചില്ലാനം കിലോമീറ്റർ വിസ്തൃതിയിൽ ദൂരത്തിൽ നീളത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന വലിയ ചെലവ്, പുനരധിവാസ കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് ഒരു പൊതുവായ സമവായം ഉണ്ടാകാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമല്ല ഒരു വികസന പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകില്ല. വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ കൂടി ഒരു സംവാദത്തിന്റെ പ്രശ്നമാണ്. ശ്രീ KP, നമ്മുടെ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ വ്യക്തമാവാതെ ഇപ്പോഴും അവശേഷിക്കുന്നത് ചർച്ച വേണ്ടെന്ന് ശ്രീ പിണറായി വിജയൻ പറയുകയും സമവായം വേണമെന്ന് ശ്രീ KT പറയുകയും ചെയ്യുന്നതിനിടയിൽ എവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് സംശയിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ എന്താണ് നിങ്ങൾ കാണുന്നത്? സർക്കാർ അധികാരത്തിലേക്ക് വന്ന ഉടനെ വികസനം ത്വരിതപ്പെടുത്താൻ ആവശ്യമായ വളരെ നിശ്ചയിച്ചുറപ്പിച്ച ഒരു തീരുമാനമായിട്ടാണോ നിങ്ങൾ ഇതിനെ കാണുന്നത്? നിങ്ങളുടെ 5 വർഷക്കാലം കൊണ്ട് 45, 30, 45, 30, 30, 45, കേന്ദ്രം, നിതീഷ് ഗഡ്കരി, ഓസ്കാർ ഫെർണാണ്ടസ്, സമവായം, ചർച്ചകൾ എല്ലാം തകർന്ന് 22 കിലോമീറ്ററിൽ താഴെ എങ്ങാണ്ടാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. സർക്കാർ നിശ്ചയദാർഢ്യത്തോടെടുത്ത തീരുമാനമായിട്ട് കാണുന്നുണ്ടോ? സാധാരണഗതിയിൽ മുഖ്യമന്ത്രിമാർ അധികാരമേറ്റെടുത്താൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയെ, ഉപരാഷ്ട്രപതിയെ, പ്രധാനമന്ത്രിയെ ഒരു കേഴ്സി വിസിറ്റ് നടത്താറുണ്ട്. സ്വാഭാവികമായും പിണറായി വിജയൻ ഡൽഹിയിലേക്ക് പോയി അത്തരത്തിലുള്ള ഒരു സൗഹൃദ സന്ദർശനം നടത്തുമ്പോൾ ഒരു പുതിയ മുഖ്യമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണുന്നു, രാഷ്ട്രപതിയെ കാണുന്നു, മന്ത്രിമാരെ കാണുന്നു എന്നതിനേക്കാൾ ഉപരി കേരളം മറ്റൊരു രീതിയിൽ ചിന്തിച്ചിട്ടില്ല. പക്ഷേ പ്രധാനമന്ത്രിയെയും
ഗതാഗത വകുപ്പ് മന്ത്രിയെയും കണ്ട് പുറത്തിറങ്ങിയ പിണറായി വിജയൻ പറയുന്നത് 45 മീറ്ററിൽ റോഡ് വികസിപ്പിക്കാനുള്ള തീരുമാനം എടുത്തു എന്നുള്ളതാണ്. നമ്മളെല്ലാം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ശ്രീ KT ഇവിടെ പറഞ്ഞതുപോലെയാണെങ്കിൽ സംവാദങ്ങളിലൂടെ കേരളത്തിൻ്റെ പുരോഗതി വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിസഭാംഗങ്ങളോട് പോലും ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി 45 മീറ്റർ വീതി കൂട്ടി ഹൈവേ നിർമ്മിക്കുവാനുള്ള തീരുമാനം പിണറായി വിജയന് എടുക്കുവാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം ശ്രീ പിണറായി വിജയനെ നിക്ഷിപ്തമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്രീ KP സൂചിപ്പിച്ചത്. ഇതിനപ്പുറം താങ്കൾ മറ്റെന്തെങ്കിലും വായിക്കുന്നുണ്ടോ? അല്ല, ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 30 മീറ്റർ എന്ന ആശയം ആദ്യത്തെ 2011 ഒരു ഘട്ടത്തിൽ സർവകക്ഷി യോഗമുണ്ടായി. ഞങ്ങളൊക്കെ അടക്കം ഡൽഹിയിൽ പോയി. അന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കം, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ VS അച്യുതാനന്ദൻ അന്ന് മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം അടക്കം ഇവിടുത്തെ മന്ത്രിമാരടക്കം കേന്ദ്രമന്ത്രിയെ പോയി കണ്ടതാണ്. അതിനുശേഷം ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 30 മീറ്റർ എന്ന ആശയത്തിലേക്ക് വന്നിട്ടില്ല എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം. മാത്രവുമല്ല, പലപ്പോഴും ഈ സംബന്ധിച്ച ചർച്ചയ്ക്ക് അവർ ഒരു സൗഹൃദപൂർണ്ണമായൊരു സമീപനമല്ല ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ മാത്രമല്ല, ഇപ്പോൾ ടോൾ റോഡിൻ്റെ വിഷയത്തിലാണെങ്കിലും ടോൾ കാരണം ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ടോൾ. ഇത് കുറച്ച് പേരെ കുടിയൊഴിക്കപ്പെടുന്നവരെ മാത്രം ബാധിക്കുന്നു. ടോൾ എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും വൻതോതിൽ ബാധിക്കാൻ പോകുന്നൊരു കാര്യമാണ്. ഞാൻ അതുകൊണ്ട് പൊതുസമൂഹത്തോടു കൂടിയാണ് പറയുന്നത്. ഈ കാര്യത്തിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് വന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ കേന്ദ്ര നയങ്ങൾക്കെതിരായി പലപ്പോഴും CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമരം ചെയ്യാറുണ്ട്. ദേശീയപാത മുഴുവൻ സ്വകാര്യവൽക്കരിക്കുന്നതിനും ഇങ്ങനെ കുടിയൊഴിക്കുന്നതിനുമെതിരായി ഒരു സമരം പോലും കേരളത്തിൽ നടത്തിയിട്ടില്ല. പ്രത്യേകിച്ചും CPM. CPIയുടെ AYF ഒക്കെ ചില സമരങ്ങൾ ടോൾ ഗേറ്റിൽ നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താ വെച്ചാൽ, നയപരമായി 45 മീറ്റർ എന്നതല്ല പ്രശ്നം. 45 മീറ്റർ ഒരു കളിയാണ്. BOT ടോൾ എന്നതാണ് ഇതിൻ്റെ രഹസ്യം. അത് നടപ്പാക്കുന്നതിന് 45 മീറ്റർ വേണം എന്ന് NHAI പറയുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാൻ മാത്രമേ പറ്റൂ എന്ന്. അല്ലെങ്കിൽ ടോളിനെതിരായി നിലപാടെടുക്കട്ടെ, അതിൽ സമവായത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിൽ രാഷ്ട്രീയമുണ്ടല്ലോ, ടോളിൽ രാഷ്ട്രീയമുണ്ട്. സ്വകാര്യവൽക്കരണത്തിൻ്റെ, ആഗോളവൽക്കരണത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിനെതിരെ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിന്നിട്ടില്ല എന്നതാണ് ഞങ്ങൾക്കുള്ള പരാതി. പിണറായി വിജയൻ ചർച്ചയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ നിലപാട് ഓൾറെഡി സെറ്റിൽഡാണ്. അതാണ് പ്രശ്നം. കേന്ദ്ര ഗവൺമെന്റിനെ പോയി കണ്ടതിന് ശേഷം, കേർട്സി വിസിറ്റിന് ശേഷം വരുന്ന പിണറായി വിജയൻ വരുന്നത് ഒരു കോംപ്രമൈസിംഗ് ഫോർമുലയുമായിട്ടാണ്. കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് 45 മീറ്റർ ആക്കി ഈ സർക്കാർ ഏറ്റെടുത്തുകൊള്ളാമെന്ന്. CRഉം അനിൽകുമാറും ഇവിടെ സംസാരിക്കുന്നത് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു അജ്ഞത സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഭൂമി 45 മീറ്റർ റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ രീതിയിൽ ഭൂമി ഏറ്റെടുക്കാനുള്ള സർവേ നടപടികൾ ആകെ ആരംഭിച്ച ഒരു പശ്ചാത്തലമുണ്ട്. ഈ കോഴിക്കോട് നഗരം, CR ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും, കോഴിക്കോട് നഗരത്തിൽ CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പുനരധിവാസ പാക്കേജ് ധാരണ എത്താതെ ഭൂമി ഏറ്റെടുക്കാനുള്ള സർവേ നടപടികൾ അവസാനിപ്പിക്കണം. അടിസ്ഥാനപരമായ നയം സംസാരിച്ചോട്ടെ CR, ഞാൻ സംസാരിച്ചോട്ടെ. BOT കമ്പനിക്ക് ഏൽപ്പിച്ച് അതിന്റെ സർവേ നടപടികൾ ആരംഭിച്ച ഒരു സാഹചര്യം കേരളത്തിലുണ്ടെന്ന് കാണണം. പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു പുതിയ പദ്ധതിയല്ല 45 മീറ്റർ റോഡ്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി മുന്നോട്ട് വെച്ചതും കേരളം ഭരിച്ച UDF സർക്കാർ സ്വീകരിച്ചതുമായ ഒരു നയമാണ്. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നാഷണൽ ഹൈവേ അതോറിറ്റി നിയമത്തിൽ ആരാണ് അമെൻമെൻറ്റ് വരുത്തിയത്? അനിൽകുമാറിൻ്റെ പാർട്ടിയും ഗഡ്കരിയുടെ പാർട്ടിയും ഒന്നിച്ചിന്ന് പാർലമെൻറ്റിൽ കൈപ്പൊക്കിയാണ് ഈ പൊതുഗതാഗത സംവിധാനത്തെ BOT അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കുന്നതടക്കമുള്ള സ്വകാര്യ മൂലധന പങ്കാളിത്തത്തിലേക്ക് തന്ത്രപ്രധാനമായ മേഖലകൾ വിട്ടുകൊടുക്കുന്ന നയപരവും നിയമപരവുമായ തീരുമാനങ്ങൾ ഉണ്ടായത്. ഇന്ത്യയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഒരു സംസ്ഥാനം അപ്പോഴും KT എനിക്ക് മനസ്സിലാവാതെ പോകുന്നത്, ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ വിസിബിളായി 1-2 സ്ഥലങ്ങളിൽ ഒഴിച്ചു നിർത്തിയാൽ കേരളം ഒട്ടാകെ നടന്ന പാലിയേക്കരയാണെങ്കിലും മറ്റു വികസന പദ്ധതിയുടെ കുടിയൊഴിപ്പിക്കലിൻ്റെ ഭാഗമായിട്ടുള്ള മൂലംപള്ളിയാണെങ്കിലും എവിടെയാണെങ്കിലും പ്രത്യക്ഷത്തിലൊരു അസാന്നിധ്യം ഉണ്ടായിരുന്ന CPMന്റെ ഇപ്പോഴത്തെ നിലപാട് എന്താണ് ഈ കാര്യത്തിൽ? തിരിച്ചുപോക്കല്ല എന്ന് പിണറായി വിജയൻ പറയുന്നു. 45 മീറ്ററിൽ തന്നെ മുന്നോട്ട്, പക്ഷെ ചർച്ചയില്ല എന്ന് പറയുന്നിടത്താണ് ഒരു പ്രശ്നം. ഇതിൽ വരുന്നൊരു ഒറ്റ പ്രശ്നം ഇതേ ഉള്ളൂ. കേരളം പോലെ അതീവ സാന്ദ്രമായ രീതിയിൽ വാഹനങ്ങൾ വർദ്ധിക്കുന്ന, വാഹനവൽക്കരണത്തിൻ്റെ ദുരന്തം ഏറ്റുവാങ്ങുന്ന കേരളത്തിൻ്റെ സ്ഥിതി എന്താ? ഓരോ വർഷവും ലക്ഷക്കണക്കിന് വാഹനങ്ങൾ പുതുതായി ഇറങ്ങുന്നൊരു സമൂഹമാണ് കേരളം. അപ്പോൾ കേരളത്തിൻ്റെ നഗരവൽക്കരണവും വാഹനവൽക്കരണവും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഞാനും CRഉം ആഗ്രഹിച്ചാൽ മാറ്റാൻ കഴിയാത്ത രീതിയിലുള്ള അശാസ്ത്രീയമായ ചില കാര്യങ്ങൾ കേരള വികസനത്തിൽ ഉണ്ടായിട്ടുണ്ട്.
അപ്പം കേരളത്തിൽ എന്താണ്, വാഹനങ്ങൾ വർദ്ധിക്കുന്നു, റോഡ് വികസിക്കുന്നില്ല. നമ്മൾ ഈ ഒരു വിടവിനെ ചർച്ചയ്ക്ക് വേണ്ടി കേട്ടി ഇപ്പോൾ മനസ്സിലാകുന്നത് CPM പ്രതിരോധത്തിലായിരിക്കുന്നു. CPM ഈ ചർച്ചയുടെ പ്രതിരോധത്തിലാണെന്നല്ല. തുടക്കത്തിൽ CPM പ്രതിരോധത്തിലാവുന്നത് ഒരു ഭാഗത്ത് പിണറായി വിജയൻ 45 മീറ്ററുമായി മുന്നോട്ട് പോകാനുള്ള കാര്യം തീരുമാനമെടുത്തു എന്ന രീതിയിൽ സംസാരിക്കുന്നു. ശരീരഭാഷയെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ ഭാഷയുടെ സെമറ്റിക്സിനെ കുറിച്ചോ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ 45 മീറ്റർ എന്നുള്ളത് ഗവൺമെന്റ് എടുക്കാൻ പോകുന്ന ഒരു തീരുമാനമാണെങ്കിൽ അതായിരുന്നു CPMന്റെ സ്റ്റാൻഡ് എന്ന് നമുക്ക് പറയേണ്ടി വരും. 45 മീറ്റർ എന്നുള്ളത് 30 മീറ്റർ ആക്കണമെന്നുള്ള അഭിപ്രായം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോൾ ഈ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് ധാരണയുണ്ടാക്കി. അന്നത്തെ പ്രധാനമന്ത്രിക്ക്, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പ്രധാനമന്ത്രി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. പക്ഷേ നാഷണൽ ഹൈവേ അതോറിറ്റി നാഷണൽ ഹൈവേയുടെ പുതിയ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം 30 മീറ്റർ പാത വികസിപ്പിക്കാൻ തയ്യാറില്ല. സമേന്ദ്രം, നമ്മൾ ബാക്കി ചർച്ചയിലേക്ക് ബാക്കി അതിഥികളിലൂടെ വന്നതിന് ശേഷം ഷക്കീർ, എങ്ങനെയാണ് പിണറായി വിജയന്റെ പ്രസ്താവനയെ കാണുന്നത്? പിണറായി വിജയൻ പുതിയ ഒരു ആശങ്കയും കേരളീയ സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടില്ല. കഴിഞ്ഞ സർക്കാർ ഉണ്ടാക്കിയ ആശങ്കയുടെ തുടർച്ച ഏറ്റെടുക്കുക തന്നെയാണ് പുതിയ സർക്കാരും ചെയ്യുന്നത്. അടിസ്ഥാനപരമായ ചോദ്യം, ദേശീയപാത 45 മീറ്ററിൽ വികസിപ്പിക്കലുമായി ബന്ധപ്പെട്ട് UDFന്റെ നിലപാടെന്താണ്, LDFന്റെ നിലപാടെന്താണ്, LDFിലെ മർമ്മപ്രധാന പാർട്ടിയായ CPMന്റെ നിലപാടെന്താണ്? അതിൽ 45 മീറ്റർ വികസനമുണ്ട്, BOT ഉണ്ട്. ഈ അടിസ്ഥാന വിഷയങ്ങളിൽ പാർട്ടിയുടെയും മുന്നണിയുടെയും നിലപാടെന്ത് എന്നത് ആ പാർട്ടിയും മുന്നണിയും ആദ്യം വിശദീകരിക്കണം. അപ്പോൾ ഇവിടെ 45 മീറ്ററിൽ വികസിപ്പിച്ചാലും ദേശീയപാത സമരസമിതിയും ജനങ്ങളും പറയുന്ന 30 മീറ്ററിൽ വികസിപ്പിച്ചാലും എണ്ണം 4ആണ്, 4 വരി പാതയാണ് എന്നതാണ് യാഥാർത്ഥ്യം. 30 മീറ്ററിലാണെങ്കിലും 45 മീറ്ററിലാണെങ്കിലും സൃഷ്ടിക്കാൻ പോകുന്നത്, നിർമ്മിക്കാൻ പോകുന്നത് 4 വരി പാതയാണ്. അപ്പോൾ അവശേഷിക്കുന്ന ചോദ്യം, പിന്നെ എന്തിനു വേണ്ടിയാണ് 45 മീറ്റർ എന്നത് തന്നെ സർക്കാർ വാശി പിടിക്കുന്നത്? ഭരണത്തോടൊപ്പം സമരം ചെയ്തൊരു പാരമ്പര്യമുള്ള പാർട്ടിയാണ് CPM. തീർച്ചയായിട്ടും ഭരണത്തോടൊപ്പം സമരമാണ് ഇടതുപക്ഷം പക്ഷേ ഈ കാര്യത്തിൽ ഭരണത്തോടൊപ്പം സമരമാണ് ചെയ്ത ഇടതുപക്ഷം. ചർച്ചയ്ക്കും തയ്യാറല്ല കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം നിയോ ലിബറൽ നയങ്ങളെ എതിർത്തുകൊണ്ട്, പ്രത്യേകിച്ച് പൊതുഗതാഗതം ഉൾപ്പെടെയുള്ള അന്തർഘടനാ സംവിധാനങ്ങളെ സ്വകാര്യവൽക്കരണ നയത്തിന് ഞങ്ങൾ എതിരാണ്. പക്ഷെ ഞങ്ങൾ ഭരിക്കുന്നത് CPM അധികാരത്തിരിക്കുന്ന ഒരു ഇന്ത്യയിലല്ല. നരേന്ദ്രമോദി, നിയോ ലിബറൽ നയങ്ങളുടെ വക്താവായ നരേന്ദ്രമോദി ഭരിക്കുന്ന ഒരു രാജ്യത്തെ ഒരു ഫെഡറൽ യൂണിറ്റിലാണ് ഞങ്ങൾ ഭരിക്കുന്നത്. കേരളം ഭരിച്ചത് CPM ഭരിച്ച ഇന്ത്യയിലായിരുന്നില്ല, കോൺഗ്രസ് ഭരിച്ച ഇന്ത്യയിൽ തന്നെയായിരുന്നു. കോൺഗ്രസ് ഭരിച്ച ഇന്ത്യയിലാണ് ഈ നയങ്ങൾ വന്നത്, BJPയുടെ സഹായത്തോടു കൂടി. അവിടെയാണ് ഭരണവും സമരവും എന്ന കാര്യത്തെക്കുറിച്ച് പോലുമുള്ള ആ അവസ്ഥയിൽ നിന്ന് മാറുന്നത് CPM. ഭരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നയപരമായ കാര്യങ്ങളെ എതിർക്കുമ്പോൾ തന്നെ എന്താണ്, കേരളത്തിൽ ഇന്നത്തെ റോഡ് വികസനത്തിന് എതിരെ നിൽക്കുന്നത് CPM ആണ്. കേരളത്തിൽ ഇത്തരത്തിൽ റോഡ് അപകടം ഉണ്ടാകുന്നു. നിങ്ങളുടെ നിലപാട് എന്താണ്? 45 മീറ്ററിൽ ദേശീയപാതകൾ വീതി വർദ്ധിപ്പിക്കേണ്ടത്, അതല്ല 30 മീറ്ററിൽ തന്നെ നിലവിലുള്ള 4 വരി പാതയും വേണമെങ്കിൽ എലിവേറ്റർ പാതയും ഉണ്ടാക്കാമെന്ന ഓസ്കർ ഫെർണാണ്ടസ് അടക്കമുള്ളവർ അംഗീകരിച്ച ഒരു ഒത്തുതീർപ്പ് ഫോർമുലയോട് നിങ്ങൾ യോജിക്കുന്നു? 45, 40 30 എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. കാരണം എന്താണ് എന്ന് പറഞ്ഞാൽ, 45 എന്ന് പറയുന്ന പാത എന്ന് പറയുന്ന ഒരു ഫ്രോഡ് പാതയായിട്ടാണ് പരിഷത്ത് കാണുന്നത്. എന്താണത്? 45 വീതിയിലെ പാത, ആ പാത ഇപ്പോൾ ഒരെണ്ണം പണിത് വെച്ചിട്ടുണ്ട് നമുക്ക്, അങ്കമാലി മുതൽ മണ്ണുത്തി വരെ. അങ്കമാലി മുതൽ മണ്ണുത്തി വരെയുള്ള ദേശീയപാതയുടെ ഡിസൈൻ പ്രകാരം അവിടേക്ക് 11 സ്ഥലങ്ങളിൽ മാത്രമേ എൻട്രികൾ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ ആ BOT പാത വന്നതോടുകൂടി BOTക്കാരുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം നമുക്കറിയാം, പരിമിതമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമിതമായ രീതിയിൽ ലാഭമുണ്ടാക്കണം. ഇപ്പോൾ ദേശീയപാതകളിലേക്ക് ഏതിലെയും കയറാം, എവിടെയും വരാം. ആ എൻഡ് പോയിന്റിൽ, ടോൾ പിരിക്കുന്ന പോയിന്റിൽ ടോൾ കൊടുക്കണം എന്ന് മാത്രമായി നിജപ്പെടുത്തിയിരിക്കുന്നു. ദേശീയപാത 45 വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്തായിരുന്നു? ഇതൊരു ഹൈസ്പീഡ് കോറിഡോറാണ്. 120 കിലോമീറ്റർ സ്പീഡിൽ യാത്ര ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി സൈഡിൽ പ്രാദേശിക യാത്രക്കാർക്ക് സർവീസ് റോഡ്, പ്രധാന ഈ നേരത്തെ സൂചിപ്പിച്ച 14 മീറ്ററിലുള്ള 4 വരി പാതകൾ, അത്തരത്തിൽ ഹൈസ്പീഡിൽ പോകാനുള്ള സംവിധാനമാണ്. കേരളത്തിൽ അത് സാധ്യമല്ല എന്ന് കേരളത്തിലെ മണ്ണുത്തി മുതൽ അങ്കമാലി വരെ പാത തെളിയിച്ചു കഴിഞ്ഞു. കൂടുതൽ പ്രതികരണങ്ങൾ ഈ ദേശീയപാതയുടെ വീതി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരയാക്കേണ്ടി വരുന്നവരുടെ വാക്കുകളിൽ നിന്ന് കേൾക്കാം, ഇടവേളയ്ക്ക് ശേഷം. യഥാർത്ഥത്തിൽ എൻ്റെ ഒരു സംശയം, ഇത് ക്യാബിനറ്റിൽ ചർച്ച ചെയ്ത വിഷയമായിരുന്നു 45 മീറ്റർ എന്നുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ പൊതുഗതാഗത സംവിധാനവും റോഡ് വികസനവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് AKG പഠന ഗവേഷണ കേന്ദ്രം നടത്തിയ ഗൗരവവാഹമായ 2 സെമിനാർ, പ്രാഥമിക സെമിനാർ നടത്തിയിട്ടുണ്ട്,
പ്രധാന പഠന കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. ജനാധിപത്യ വിരുദ്ധ ഇതിലൂടെ പാർട്ടി പഠനം പറഞ്ഞോട്ടെ അരുണേ, ഇതിലൂടെ മുന്നോട്ട് വെക്കപ്പെട്ട ഒരു പൊതുനിലപാടുണ്ട്. ഈ പൊതുനിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി കേരളത്തിൽ 2010 മുതൽ തന്നെ സമവായമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഒരു അഭിപ്രായം ആവർത്തിക്കുക മാത്രമാണ് പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത്. 2019 മുതൽ ആർക്ക് സമവായം ഉണ്ടെന്ന് നമുക്കറിയില്ല. സർവകക്ഷി സമവായം എന്ന കള്ളത്തരമാണ് ഇവിടെ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിലെ എഫക്റ്റ് ചെയ്യപ്പെടുന്ന ജനങ്ങളോ കുടിയൊഴിക്കപ്പെടുന്ന ജനങ്ങളോ കക്ഷിയാവാതെ എടുക്കുന്ന തീരുമാനങ്ങൾ സർവകക്ഷി സമവായം എന്ന രൂപത്തിൽ കൊണ്ടുവരുന്നതിന് ജനാധിപത്യ വിരുദ്ധമാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇതിന് മാത്രമല്ല, നിരവധി വിഷയങ്ങളിൽ സർവകക്ഷി സമവായം ഉണ്ടായിട്ട് നിലപാട് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഇതിന് വേണ്ടി വരുന്ന ഭൂമിയുടെ വിലയും അതിൻ്റെ മറ്റ് വിലകളും അതിൻ്റെ സാമൂഹ്യ ചിലവും കണക്കാക്കിയാൽ ദേശീയപാത പണിയാൻ വരുന്നതിൻ്റെ BOT-കാരൻ കൊണ്ടുവരുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ 10 ഇരട്ടിയെങ്കിലും ആവും. അല്ലെങ്കിൽ ഇവരെ വഴിയിൽ ഇറക്കി വിടേണ്ടി വരും. ഇതിലേത് വേണം എന്നതാണ് ചോദ്യം. ഈ ചോദ്യത്തിനാണ് കൃത്യമായ മറുപടി വേണ്ടത്. കാരണം അല്ല എങ്കിൽ പുനരധിവാസം എന്നൊക്കെ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കുഞ്ഞിക്കണ്ണ പുനരധിവാസം. അതൊക്കെ എത്ര ഫാൾസാണെന്നുള്ളത് എത്ര മുമ്പിൽ ഇപ്പോഴും കുഞ്ഞിക്കണ്ണൻ കൊച്ചിക്ക് വരൂ, മൂലമ്പിള്ളിക്കാർ നമ്മുടെ മുമ്പിലുണ്ട്. എനിക്ക് മൂലമ്പിള്ളി എന്ന് പറയാൻ മടുത്തു, അതുകൊണ്ടാണ്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് എത്ര സൂക്ഷ്മതയോടെയാകണം. AKG പഠന കോൺഗ്രസിൽ പഠിച്ചോ വേറെ എവിടെയെങ്കിലും പഠിച്ചോ എന്നല്ല, ഇതിന് ബദൽ മറ്റ് സാധ്യതകൾ ഉണ്ടോ എന്ന്. നേരത്തെ പരിഷത്തിൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഇതുപോലൊരു ഹൈവേ ആണോ നമുക്ക് വേണ്ടത് എന്ന് പഠിക്കാൻ അത് പഠനം നടത്തിയിട്ടുണ്ടോ CPM അല്ലെങ്കിൽ LDF? അങ്ങനെയാണോ തീരുമാനത്തിലെത്തിയത്? അല്ല, അതുകൊണ്ടാണ് ഇനി ചർച്ചയില്ല, ഇവരോട് ചർച്ച ചെയ്തിട്ടില്ല, ചർച്ച ചെയ്യുന്നില്ല, ഒന്നും ചർച്ചയില്ല എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ജനാധിപത്യ വിരുദ്ധമാണ്, മുൻകാല അനുഭവങ്ങളെ നിഷേധിക്കലാണ്. പൊതുവേ ഞങ്ങളെപ്പറ്റി ഒരു ധാരണ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങൾ വികസനത്തിന് തടസ്സം നിൽക്കുന്നവരാണ്. ഞങ്ങൾ ആവശ്യം വികസനവും വേണം, ഇരകളായവരെ സംരക്ഷിക്കുകയും വേണം എന്നുള്ളതാണ്. ഈ ഇരകളാകുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് ഭൂമിയുടെ പൊന്നുംവിലയേക്കാൾ അപ്പുറമുള്ള വില നൽകാനുള്ള പദ്ധതി സർക്കാരിന്റെ കയ്യിലുണ്ടെങ്കിലോ? അങ്ങനെയാണല്ലോ ആദ്യം ചെയ്യേണ്ടത്. അവരെ പുനരധിവസിപ്പിക്കല്ലേ. കേരളത്തിൽ എക്വസിഷൻ നടത്തിയ ആളുകൾ, തെരുവാധാരമായി നടക്കുന്ന ആളുകളെ ഇതുവരെ ഈ പറയുന്ന ആളുകൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതെന്താ? അത് ചെയ്തു കഴിഞ്ഞല്ലേ, അത് ചെയ്തു കഴിഞ്ഞാലല്ലേ സാധിക്കുക. 45 മീറ്റർ ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ 50,000-ലേറെ ബിൽഡിങ്ങുകൾ നശിപ്പിക്കണം. അതിൽ ബഹുഭൂരിഭാഗം വീടുകളാണ്. അതിന് ഞങ്ങളുടെ ആക്ഷൻ കൗൺസിലിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഒരു 15,000 കോടിയെങ്കിലും അതിന് വേണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ശരാശരി നിലവാരം അനുസരിച്ച്. പിന്നെ കൃത്യമായ അളവിൽ വളരെ വലിയ തോതിൽ പുനരധിവാസം വരാമെന്ന് സർക്കാർ പറയുന്നുണ്ട്. അതിനൊരു 10-15 കോടി കൂട്ടിയാൽ ഇതൊരു 50,000 കോടിയുടെ മെഗാ പ്രൊജക്റ്റായിട്ട് മാറുകയാണ്. ഇത് എവിടുന്നാണ് തുടങ്ങിയത്? ഈ വിഷയം എവിടുന്നാണ് തുടങ്ങിയത്? ഇത് തുടങ്ങിയത് 2012 11,365 കോടി രൂപയ്ക്ക് റോഡ് നിർമ്മിക്കാനുള്ള ക്യാഷ് NHAIയുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് BOT കമ്പനികളെ വിളിച്ചു വരുത്തിയത് കൊണ്ടാണല്ലോ. അവിടുന്നാണ് ഇതിൻ്റെ തുടക്കം. ഈ 15,300 ചില്ലാനം കോടി നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് BOT കമ്പനികൾ ഈ 45 മീറ്ററിലെ ടോൾ പാത പദ്ധതിയുമായി കേരളത്തിലേക്ക് വരുന്നത്. അതിൻ്റെ പിന്നിലുള്ള അഴിമതിയൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ നേരെ തന്നെ പറയാം. അപ്പോൾ അവർ വരുന്നത് ഈ പൈസ ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഈ 45 മീറ്റർ BOT ടോൾ പദ്ധതി നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ 800 കിലോമീറ്റർ നീളത്തിൽ 15 മീറ്റർ അധിക ഭൂമി ഏറ്റെടുക്കേണ്ടി വരുന്നത്. കേരളത്തിലെ പാതയുടെ തൊട്ടടുത്താണോ വീട്? അതെ, നഷ്ടപ്പെടുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. എത്ര സെന്റ് ഉണ്ട്? 7 സെന്റ് ബാക്കിയുണ്ട്. നേരത്തെ കൊടുത്തത് അത് പറയാൻ പോകുന്നത്. 18 വർഷം മുമ്പേ 4 വരി പാതയ്ക്ക് പാത സ്ഥലം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ യാതൊരുവിധ പ്രതിഷേധങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ വടകര അഴിയൂര് മുതൽ വടകര വരെ ഭൂമി വിട്ടുകൊടുത്തവരാണ്. പലരും വീട് നഷ്ടപ്പെട്ട്, പലർക്കും കട നഷ്ടപ്പെട്ട്, ബാക്കിയുള്ള സ്ഥലത്ത് പിന്നെ കടവ് അതും ഇതൊക്കെ വാങ്ങി അത്യാവശ്യം ചെറിയ വീട് കോമ്പൻസേഷൻ വളരെ ചെറിയ 13,000 രൂപ കിട്ടി അന്ന് 18 വർഷം മുമ്പ്. ആ ഭൂമി ഇന്നും അവിടെ സെന്റിന് 13,000. ആ ഭൂമി ഇന്നും അവിടെ കാട് പിടിച്ച് കിടക്കുകയാണെങ്കിൽ റോഡ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ രണ്ടാമത് ഉള്ള സ്ഥലത്ത് വീട് കെട്ടി താമസിക്കുന്ന ആളുകളോടാണ് ഏതോ ഒരു BOT മുതലാളിക്ക് 45 വേണം, അതുകൊണ്ട് നിങ്ങൾ വീണ്ടും കുടിയൊഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗവൺമെന്റുകൾ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ വടകര ഇങ്ങനെയുള്ള ഒരു പ്രയാസങ്ങളുള്ളത് കൊണ്ടാണ് അവിടെ വളരെ ശക്തമായ സമരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് ഗവൺമെന്റ് 2010 അച്യുതാനന്ദന്റെ ഗവൺമെന്റ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ്
2010 ആഗസ്റ്റിൽ ഒരു തീരുമാനം എടുത്ത് 30 മീറ്ററിൽ പാത പണിയാന്ന് വെറുതെ തീരുമാനം ഒന്നും PWD plan കൊടുത്തു, നമ്മളൊക്കെ കണ്ടു. ഒരാഴ്ച നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരെ തിരുവനന്തപുരത്ത് താമസിപ്പിച്ചിട്ട് അതിന്റെ പ്ലാനും കാര്യമെല്ലാം ഉണ്ടാക്കിയിട്ടാണ് 30 മീറ്ററിൽ പാത പണിയാന്ന് തീരുമാനിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതെല്ലാം അട്ടിമറിക്കപ്പെട്ടു. 30 വേം അട്ടിമറിയും, 45ലേക്ക് ചാടും. അതാണ് അതിന്റെ സ്ഥിതി. ഇപ്പൊ അവസാനം ഈ ഗവൺമെന്റ്, ഇപ്പൊ പോയ ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്, 30 ഞങ്ങൾ 46 വരി പാത പണിയൊന്നും പറഞ്ഞിട്ട് 30 ഞങ്ങൾ പണിയാൻ പോകുന്ന പാത 6. അത്രത്താളും പറഞ്ഞ 4 വരിക്ക് 45 വേണമെന്നാണ് പറഞ്ഞത്. 30 ഞങ്ങൾ പറയാൻ പോകുന്ന പാത 6 ഈ കഴിഞ്ഞ ഗവൺമെന്റ് പറയുകയും അത് 30 മീറ്ററിൽ 6 വരി പാത എന്നുള്ളത് യാഥാർത്ഥ്യമാണോ? 30 മീറ്ററിൽ 6 വരിപ്പാത എന്ന് പറഞ്ഞാൽ 8 വരിപ്പാതയ്ക്ക് 7 മീറ്ററാണ് വരിക. അപ്പൊ 3, 7, 21 മീഡിയനൊക്കെ 30 മീറ്റർ ആകും. ഈ മറ്റൊരു സർവീസ് റോഡ് കൂടിയാണ് കണക്കാക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഹൈ സ്പീഡ് കോറിഡോർ ആണ് ഉദ്ദേശിച്ചത്. ആ ഹൈ സ്പീഡ് കോറിഡോർ കേരളത്തിൽ സാധ്യമല്ല. കാരണം കേരളത്തിലെ അതിസാന്ദ്രമായ ജനത അവരെപ്പോഴും ഒരു നിലനിൽക്കുന്ന ഒരു റോഡാണ് വികസിപ്പിക്കുന്നത്. ആ നിലനിൽക്കുന്ന റോഡ് എപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റോഡിന്റെ വീതി അനാവശ്യമായി വികസിപ്പിക്കുക എന്ന് പറയുന്നത് ജനദ്രോഹപരമാണ്. വളരെയധികം ജനങ്ങൾക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുക. അപ്പൊ അതുകൊണ്ട് ഒരു പുരോഗമനപരമായിട്ടുള്ള ആളുകൾ ചിന്തിക്കേണ്ടത് എന്താണ്? മിനിമം ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഗുണമുണ്ടാക്കുക. അതിന് പറ്റിയ ഒരു രീതി എന്ന് പറയുന്നത് ഈ 30 മീറ്ററും 30 മീറ്ററിന്റെ മീഡിയൻ കുറച്ച് വലുതാക്കുകയാണ് എങ്കിൽ ആ മീഡിയനിൽ കൂടി നമുക്ക് വേണമെങ്കിൽ ഭാവിയിൽ ഒരു എലിവേറ്റഡ് ഹൈവേ കൂടി നിർമ്മിച്ചാൽ കേരളത്തിന്റെ ഒരു വലിയ പരിധി വരെ കേരളത്തിന്റെ ദേശീയപാതകൾ സംബന്ധിച്ച ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. യഥാർത്ഥത്തിൽ കോൺഗ്രസിലെ മിക്ക ആളുകൾക്കും മുസ്ലിം ലീഗ് ഒഴികെയുള്ള ബാക്കി UDF-ലെ ഘടകകക്ഷികൾക്ക് 45 മീറ്ററിനോട് പ്രത്യക്ഷത്തിൽ വിരോധം ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. പിന്നീട് ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ എതിർക്കുന്നത്? അർത്ഥത്തിൽ നമ്മുടെ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള റോഡ് BOT അല്ലാതെ 30 മീറ്ററിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റിന് തന്നെ ഭൂമി ഏറ്റെടുത്ത് റോഡ് വികസനം യാഥാർത്ഥ്യമാകാൻ സാധിക്കും എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉള്ളപ്പോഴാണ് പെട്ടെന്ന് സർവകക്ഷി യോഗം എടുത്ത ഒരു തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് 45 മീറ്റർ റോഡ് എന്നുള്ള ഒരു നിലയിലേക്ക് പുതിയ ഗവൺമെൻറ് വരുന്നത്. അതിൻ്റെ അകത്തൊരു കാര്യം കൂടി നേരത്തെ ശ്രീ KT സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് കൂട്ടുത്തരവാദിത്വമാണ്. അപ്പോൾ കൂട്ടുത്തരവാദിത്വം ഇല്ല എന്നുള്ളത് മാത്രമല്ല ശ്രീ KTയുടെ വാക്കുകളിൽ നിന്ന് വന്നത്. അപ്പോൾ പാർട്ടി മുൻപെന്നോ എടുത്തു വെച്ച ഒരു തീരുമാനം അത് മുഖ്യമന്ത്രിയിലൂടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു എങ്കിൽ പിന്നെ കേരളത്തിലൊരു മുഖ്യമന്ത്രി മാത്രം പോരെ? എന്തിനാ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി? എന്തിനാ മറ്റ് വകുപ്പുകൾക്ക് മന്ത്രിമാരുണ്ടാകുന്നത്? അവർക്ക് ചർച്ചയ്ക്ക് പ്രാധാന്യമില്ല, അവരോട് കൂടിയാലോചനകളില്ല. അപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും ജനകീയ പ്രശ്നങ്ങളെ ജനാധിപത്യ രീതിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പ്രതീക്ഷിക്കുന്ന നമ്മൾ അതിനകത്ത് ഞാൻ പറഞ്ഞു തീർക്കട്ടെ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഏകപക്ഷീയമായി 45 മീറ്റർ എന്ന് പറഞ്ഞ് ഇത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ജനാധിപത്യം ഉണ്ടോ? ആ സംവിധാനം നിലനിൽക്കുന്നുണ്ടോ? ഈ ഓരോ പദ്ധതിയും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ അതിരപ്പള്ളി മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയാണ്. പക്ഷേ ഇവിടെ ആലോചിച്ചപ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഈ കാര്യത്തിൽ വലിയ വിവാദങ്ങളുണ്ട്, തർക്കങ്ങളുണ്ട്, ശക്തമായ 2 നിലപാടുകളുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഇത് മാത്രമല്ല മുല്ലപ്പെരിയാർ വിഷയം, അത് സർവകക്ഷി യോഗം തീരുമാനമുണ്ട്. ഗ്യാസ് ലൈനിന്റെ കണക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഗ്യാസ് ലൈൻ പൈപ്പ് വലിക്കുന്ന കാര്യം, അതെല്ലാം സർവകക്ഷി തീരുമാനം കേരളത്തിൽ നിലനിൽക്കുമ്പോൾ അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഒരു പുതിയ നയം കേരളത്തിലെ മുഖ്യമന്ത്രിയുടേതായി ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ നയങ്ങൾ ജനദ്രോഹപരമാണോ ജനതാല്പര്യപരമാണോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഈ അനിൽകുമാർ എന്താണ് ഫുൾ കൺഫ്യൂസ് ചെയ്യണം. ഈ സംവാദത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വരുന്നത് ഇത്തരം പദ്ധതികൾ ആവശ്യമായ രീതിയിലുള്ള ജനകീയ സംവാദത്തിൻ്റെ അഭാവത്തിൽ ഒരു കാരണവശാലും കേരളം പോലൊരു സമൂഹത്തിൽ നടപ്പാക്കാൻ കഴിയില്ല എന്ന് വളരെ ഉറച്ച അറിവുള്ള ആളുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഈ പിണറായി വിജയൻ പറഞ്ഞത് കേരളത്തിലെ അന്തർഘടനാ രംഗത്തുണ്ടാകേണ്ട വികസനങ്ങളെ സംബന്ധിച്ച് കേരളത്തിൽ പൊതുവായി ധാരണയുള്ള ചില പദ്ധതികളുണ്ട്. പദ്ധതികളെ സംബന്ധിച്ച് പദ്ധതികളെ കുറിച്ച് മനസ്സിലാവുന്നുണ്ട്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്, ഈ ഇരിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്, കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട്. സംവാദം ആവശ്യമാണെന്ന് അങ്ങേക്ക് നിലപാടുണ്ട്. പക്ഷെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സംവാദം ആവശ്യമാണെന്ന് നിലപാടില്ലാത്തൊരു വിഷയമായി ഇത് മാറിയത് എങ്ങനെ? ഒരു മിനിറ്റ്. പിണറായി വിജയൻ മുല്ലപ്പെരിയാർ വിഷയം നമുക്കൊന്ന് ചർച്ച ചെയ്യാം എന്നാണ് പറഞ്ഞതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഹൈവേ വികസനത്തെക്കുറിച്ച് നമുക്കൊരു ചർച്ചയാകാം, 45 മീറ്റർ ആകാൻ സാധിക്കുമോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കാം.
അതല്ല, That's the point. That's ഗ്യാസ് the ലൈൻ point. വലിക്കുന്നതിന്, ഗ്യാസ് That's the പൈപ്പ് point. ലൈൻ ഈ ചർച്ച വലിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ചയാകാം ഈ ചർച്ച എന്നാണ് വളരെ പറഞ്ഞതെങ്കിൽ വിശദമായി നമുക്ക് മറ്റൊരു മനസ്സിലാക്കാം. വേദിയിൽ വെച്ച് 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്നിട്ടും കേരള സമിതി ഇത് ഏറ്റെടുക്കാനുള്ള കാരണം തന്നെ ഈ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ അപകടമാണ്. സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലക്ക് ഡൽഹിയിൽ പൊതുവായി നടത്തിയ ഒരു പ്രസ്താവന, ഓരോ വിഷയത്തിലും അദ്ദേഹം പിന്നീട് നിലപാട് വ്യക്തമാക്കിയല്ലോ. മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് മറ്റൊരു ഡാം പണിയണ്ട എന്നൊരു നിലപാട് ഈ ഗവൺമെന്റ് ഇല്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയല്ലോ. Yes. അദ്ദേഹം ഡൽഹിയിൽ വളരെ പൊതുവായ ഒരു പ്രസ്താവന നടത്തിയാണ്. ആ പൊതുവായ പ്രസ്താവനയെ രാഷ്ട്രീയ ശത്രുതയോടുകൂടി നമ്മൾ ചർച്ച ചെയ്താൽ നമ്മൾ എവിടെ എത്തില്ല. ഞാൻ എൻ്റെ കടയും എൻ്റെ തൊഴിലും എല്ലാം നഷ്ടപ്പെടുന്നവനെ നമുക്ക് സുഗമസുന്ദരമായി യാത്ര ചെയ്യാനുള്ള റോഡാണ് ആവശ്യം, നടുക്ക് പൂന്തോട്ടമല്ല. അത് പൂന്തോട്ടം സ്ഥാപിക്കേണ്ട സംസ്ഥാനമല്ല കേരളം. ഏകദേശം 30 വർഷമായിട്ട് നമ്മളുടെ വീട് റോഡിന് അരികിലാണ്. അപ്പോൾ ഇതിലുള്ള വിഷയങ്ങൾ നമ്മൾ റോഡിനരികിലുള്ളവർ മാത്രമാണ് ഇരകൾ എന്ന് മുദ്ര കുത്തപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. 30 മീറ്ററിൽ ആണെങ്കിലാണ് റോഡിനരികിലുള്ളവർ മാത്രം ഇരകളാകുന്നത്. 45 മീറ്റർ ആണെങ്കിൽ അത് എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. തൃശ്ശൂരിൽ നിന്നും ഏതൊരു വ്യക്തി എറണാകുളത്തേക്ക് പോവുകയാണെങ്കിലും 100 രൂപ ടോൾ കൊടുക്കണം. ഇതിൽ 45 എന്തിനു വേണ്ടിയിട്ട് എന്നുള്ളതിലുള്ള ദുരൂഹത, അതിലുള്ള അഴിമതിയെക്കുറിച്ച് പുറത്തു വരാത്ത കണക്കുകൾ, അത്തരം കാര്യങ്ങൾ എന്ന് വെച്ചാൽ 30 മീറ്ററിൽ 6 വരി പാത യാഥാർത്ഥ്യമാണ് എന്നുള്ള പത്ര കട്ടിങ് അത് പിടിച്ചിട്ടുണ്ട്. സിആർ അങ്ങനെ ഒരു കണക്ക് 30 മീറ്ററിൽ ഈ പറയുന്ന 676 കിലോമീറ്റർ ചില പാതകൾ ഓൾറെഡി വികസിപ്പിച്ചിട്ടുണ്ട്. ഒഴിച്ചു നിർത്തിയിൽ ഏകദേശം എത്ര രൂപ വരും എന്നുള്ള പഠനമുണ്ടായി. അല്ല, അതിൽ നമ്മളത് ഈ കൃത്യമായി 6 വരി പാത എന്ന നിലയ്ക്ക് എടുക്കേണ്ട. അതിൽ 6 വരിയാക്കുന്നതും 4 വരിയാക്കുന്നതും തമ്മിൽ പ്രൈസിൽ വലിയ വ്യത്യാസമില്ല. ഇപ്പോൾ ഒരു ശരാശരി 10-12 കോടി രൂപയ്ക്ക്, ശരാശരി ഞാൻ പറയുന്ന എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല. ഇപ്പോൾ പാലങ്ങൾ വരുമ്പോൾ അല്പം കൂടാം. 10-12 കോടി രൂപയ്ക്ക് നമുക്ക് 1 കിലോമീറ്റർ റോഡ് കേരളത്തിൽ എവിടെയും പണിയാം. അതാണ് ഇപ്പോഴത്തെ. 6 വരിയാണെങ്കിലും 4 വരിയാണെങ്കിലും. ഇപ്പം ഈ 4 വരിയാണെങ്കിലും അതിന് 2 വരി സർവീസ് റോഡുണ്ട്. വേണ്ടതാണ്. ഇപ്പോൾ പാലിയക്കരയൊന്നും ചെയ്തിട്ടില്ല, അത് വേറെ വിഷയം. വേണ്ടതാണ്. അപ്പോഴും ഇഫക്റ്റീവ്ലി 6 വരി കിട്ടും. മറ്റാളുകൾക്ക് പോകാനുള്ള പ്രേക്ഷകർക്ക് ഇതൊന്നും മനസ്സിലാവാൻ വേണ്ടി എല്ലാവരും ഈ ദേശീയപാതയുടെ വക്കിൽ താമസിക്കുന്നവരല്ലോ, ഹൈറേഞ്ചിൽ താമസിക്കുന്നവരുമുണ്ട്. അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ 30 നമ്മൾ തുറന്നു പറയുകയാണ്, 30 മീറ്ററിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ പറയുന്ന തലപ്പാടി മുതൽ കളിയിക്കവള വരെയുള്ള 676 കിലോമീറ്റർ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടോ സർക്കാർ? ഇല്ലല്ലോ, ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടില്ല. 30 മീറ്റർ മുഴുവൻ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടില്ല. പല സ്ഥലത്തും പ്രത്യേകിച്ചും കഴക്കൂട്ടം മുതൽ കൊടുങ്ങല്ലൂർ വരെ ഏതാണ്ട് പൂർത്തിയായി ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇപ്പൊ പുതിയ ഹൈവേയുടെ വാളയാർ വരെയുള്ളത് നേരത്തെ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ ഭാഗം ഞാൻ പറയുന്നില്ല. നിലവിൽ ഏറ്റെടുത്ത 30 മീറ്ററിൽ പോലും പണി പൂർത്തിയാക്കാൻ പണി പൂർത്തിയാക്കിയിട്ടില്ല എന്നല്ല, പണി തുടങ്ങിയിട്ടില്ല. ഈ 45 മീറ്റർ എന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നുമല്ല, BOT ആണ്. യെസ്. ആ സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ എനിക്കറിയേണ്ടത്, നിലവിൽ സംസ്ഥാന ഗവൺമെന്റിന് ഈ 30 മീറ്റർ PWDയുടെ പണം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുക സാധ്യമാണ്? ഈ 50,000 കോടി രൂപ പുനരധിവാസത്തിന് കൊടുത്തിട്ടാണ് 11,000 കോടി രൂപയുടെ റോഡ് പണിയുന്നതെങ്കിൽ ആ 4 റോഡ് പണിയാലോ. അതുപോലെയുള്ള 4 റോഡ് കേരളത്തിൽ പുതുതായി പണിയാം. 45 മീറ്ററിൽ ചുങ്കമില്ലാത്ത ദേശീയപാതകൾ സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന ഭാഗം കൂടി അന്വേഷിക്കുന്നുണ്ട്. ഇസ് ഇറ്റ് പോസിബിൾ സിയാർ? ഇത് പൈസ ഇല്ലാത്തത് കൊണ്ട് BOT പോകുന്നതല്ല, അഴിമതിക്ക് വേണ്ടി BOT പോകുന്നതാണ്. 50,000 കോടി രൂപയുണ്ടെങ്കിൽ 500 കിലോമീറ്റർ എലിവേറ്റഡ് ഹൈവേ ഉണ്ടാക്കാം. ഞാൻ അതിലേക്ക് വരണേ. അപ്പൊ നേരത്തെ പരിഷത്തിന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ ഒരു ഭൂമിയും ഏറ്റെടുക്കേണ്ട, ഈ 30 മീറ്ററിൽ നിൽക്കുകയും എലിവേറ്റഡ് ഹൈവേ കേരളം മുഴുവൻ പണിയുകയും ചെയ്താലും ഈ പണം കൊണ്ട് നടക്കും. കേരളത്തിന്റെ ഗതാഗത പ്രശ്നം 45 മീറ്റർ വികസനം എന്ന ഒറ്റ പോയിന്റിൽ നിന്നുകൊണ്ടല്ല സർക്കാരുകൾ, മുന്നണികൾ കൈകാര്യം ചെയ്യേണ്ടത്. ദേശീയപാതകൾ വികസിപ്പിക്കണം, അതിൽ യാതൊരു തർക്കവുമില്ല. അതിവിടെ നേരത്തെ ഉന്നയിക്കപ്പെട്ടതുപോലെ ഇപ്പോൾ തന്നെ 30 മീറ്ററിൽ 4 വരിയായി വേണമെങ്കിൽ 6 വരിയായും വികസിപ്പിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല. വളരെ കുറഞ്ഞ പ്രദേശങ്ങൾ മാത്രമേ ഏറ്റെടുക്കേണ്ടതുള്ളൂ. അതിന് ജനങ്ങൾ എതിരല്ല. അതുകൊണ്ട് മാത്രം കേരളത്തിൻ്റെ ഗതാഗത പ്രശ്നം പരിഹരിക്കപ്പെടുന്ന ഒന്നല്ല. എന്തുകൊണ്ട് ഈ സർക്കാരുകൾ, മുന്നണികൾ എലിവേറ്റഡ് ഹൈവേകളെ കുറിച്ച് ആലോചിക്കുന്നില്ല? എന്തുകൊണ്ട് കേരളത്തിലെ റെയിൽവേ ഗതാഗതം വികസിപ്പിക്കുന്നതിനെ കുറിച്ച് ഈ ഒരു താല്പര്യം ആളുകൾക്കില്ല? റോഡ് 30 ആക്കണോ 45 ആക്കണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമ്മുടെ സംസ്ഥാന സർക്കാരിനുണ്ട്. പക്ഷെ റെയിൽവേയുടെ കാര്യത്തിൽ അതില്ല. റെയിൽവേയുടെ കാര്യത്തിൽ കരമന കളിയിക്കവിള റോഡ് ദേശീയപാത 22 മീറ്ററിൽ 4 വരി പാത നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു എന്ന സത്യം കൂടി അറിയുമ്പോഴാണ് നമ്മൾ കാര്യം അറിയുക. 22 മീറ്ററിൽ 45 അല്ല, അതിന്റെ കൃത്യം പകുതി.
30 മീറ്റർ പോലും അവിടെ എടുത്തില്ല 4 വരി പാത. ഇതേ ദേശീയപാതയുടെ തിരുവനന്തപുരം കഴിഞ്ഞ് തെക്കോട്ടുള്ള കണക്കാണ് ഞാൻ ഈ പറഞ്ഞത്. മുമ്പ് 4 വരി പാതകൾ മുഴുവനും 20-22 മീറ്റർ ആണ്. അതായത് രവി കുറച്ചുകൂടി ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചർച്ചയിൽ എടുക്കുന്ന നിലപാട് ശ്രീ KT കുഞ്ഞിക്കണ്ണന് മാനസികമായ വിഷമം, പേഴ്സണൽ ആയിട്ടല്ല, സംഘടന രാഷ്ട്രീയമായി ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണെങ്കിലും നിലവിൽ 45 മീറ്റർ റോഡ് എന്ന് പറഞ്ഞത് BOT സഹായിക്കുന്ന ഒരു ഫ്രോഡ് പ്രോജക്ടിന്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും Can we take this step? സംശയമില്ല. ഈ ചർച്ച അങ്ങനെ നിലപാടെടുത്തോട്ടെ. സംശയമില്ല. KT, ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ വളരെ straight ആണ്. നമ്മൾ straight ആണ്. ഒരു കാര്യം പറയാനുള്ളത്, ഈ കേന്ദ്ര സർക്കാരിന്റെ കളികൾ ഇതിൽ കാണാതിരുന്നുകൂടാ. ഇന്ത്യയിലെ മുഴുവൻ റോഡുകളും മുഴുവൻ ദേശീയപാതകളും സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനം എടുത്തു വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഗവൺമെന്റും ഈ ഇപ്പോഴുള്ള ഭരിക്കുന്ന BJP ഗവൺമെന്റും മുന്നോട്ട് വന്നിട്ടുള്ളത്. അവരുടെ സമ്മർദ്ദത്തിൽ ഒരൊറ്റ സെക്കൻഡ് കൂടി, അവരുടെ സമ്മർദ്ദത്തിൽ ഇന്ത്യയിലെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ശരിക്ക് ശ്വാസം മുട്ടുകയാണ്. ഒരു കാര്യം കൂടി, ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെയും കേരളത്തിലെയും ഒക്കെ തന്നെ ദേശീയപാതകൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ കയ്യിൽ നിന്നും അഡീഷണൽ ആയിട്ട് ഒരു സെസ് കൂടി വാങ്ങുന്നുണ്ട്. ഒരു ഹൈ സ്പീഡ് ഡീസൽ, നമ്മുടെ കയ്യിൽ നിന്ന് പെട്രോളും ഡീസലും ഒഴിക്കുമ്പോൾ അതിൽ 1 രൂപ വെച്ച് ഈ നമ്മുടെ റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് റോഡ് സെസ് എന്ന് മാത്രം പേരിൽ ഏകദേശം കേരളത്തിൽ അത് പരിശോധിക്കുകയാണെങ്കിൽ 1000 കോടി രൂപ ഒരു വർഷമുണ്ടെന്നാണ് കണക്കാക്കുന്നത്. 9 വർഷമായി 2 സർക്കാരുകളെ പ്രതിരോധിച്ചുകൊണ്ട് ഈ ഏതാനും ഇരകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എങ്കിൽ ഇരകളുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. 1. 2. പിണറായി വിജയനെ പോലെ ഇരുത്തം വന്ന ഒരു ഇരട്ടച്ചങ്കുള്ള നേതാവ് വരുമ്പോൾ ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് സ്വപ്നം കണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നിങ്ങളുടെ ചർച്ചയില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ എന്ത് തോന്നി? തീർച്ചയായിട്ടും CPM എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രത്യാശയായിട്ടുള്ള വിപ്ലവ പാർട്ടിയുടെ അവസാനമാണ് ആ ചർച്ചയില്ലായ്മയിൽ നിന്ന് ആരംഭിക്കുന്നത്. കേരളത്തിലെ CPM-ന്റെ തകർച്ചയുടെ ആരംഭം ഈ ദേശീയപാത സമരമായിരിക്കുമെന്ന് ഇടതുപക്ഷ അനുഭാവിയായ സഖാവായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഞാൻ ഈ വേദിയിൽ അറിയിച്ചുകൊള്ളു. KT, നമ്മുടെ പല ചർച്ചകളിലും അങ്ങയോടൊപ്പം നിന്നിട്ടുണ്ട് കേരള സമിറ്റ്. അങ്ങയോടൊപ്പം പ്രേക്ഷകർ നിന്നിട്ടുണ്ട്. കാര്യം അന്ന് ഭരണപക്ഷത്ത്, അങ്ങ് പ്രതിപക്ഷത്തായിരുന്നു. പക്ഷേ ഗവൺമെന്റ് ഏറ്റെടുത്ത ആദ്യത്തെ സംഭവം പ്രതിരോധത്തിലാക്കുന്ന ഒരു വലിയ ജനകീയ മുന്നേറ്റമായി ഇത് മാറാൻ പോവുകയാണെങ്കിൽ പ്രതിരോധത്തിലാവുന്നത് പാർട്ടിയും ഗവൺമെന്റുമാണ്. ഞാൻ എൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഈ ദേശീയപാത വികസനം മാത്രമല്ല, ഏത് വികസന പദ്ധതിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത് ആവശ്യമായ സംവാദം രൂപപ്പെടുത്തിക്കൊണ്ട് മാത്രമായിരിക്കും. ആ കാര്യത്തിൽ എല്ലാ വിഭാഗങ്ങളുടെ അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് മാത്രമായിരിക്കും. വളരെ വികാരപരമായി ഈ പ്രശ്നത്തെ ഇതിനിരകളാകുന്ന ആളുകൾ സമീപിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല, അത് ന്യായവുമാണ്. ഈ ഇരകളുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. 45 മീറ്ററിൻ്റെ അശാസ്ത്രീയതയും കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യത്തിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന സാമൂഹ്യ ബാധ്യതകളെയും കുറിച്ചുള്ള വലിയ ഉത്കണ്ഠകളുണ്ട്. ഈ ഉത്കണ്ഠകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പരിശോധനാ വിധേയമാകുന്ന കാര്യമാണ്. കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഈ കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ കാസർഗോഡ് വെച്ച് ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഇരകളാവുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുമായ ഒരു പൊതുധാരണയുണ്ടാക്കാതെ ഇത്തരം പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. ഞങ്ങളെ പഠന കോൺഗ്രസ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ റോഡുകളുടെ ചുങ്ക ഒഴിവാക്കണം എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ കൂടി ആലോചനക്ക് വിധേയമാകുന്ന ഒരു സന്ദർഭമാണിത്. ഇത് BOT അടിസ്ഥാനത്തിൽ ഏകപക്ഷീയമായി ഏതെങ്കിലും BOT കോർപ്പറേറ്റ് കമ്പനികൾ കേൾപ്പിച്ചു കൊടുക്കുന്ന ഒരു നയത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകാൻ പോകുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഗൗരവാവഹമായ ഒരു പുനരാലോചന വേണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി റോഡ് വികസനം ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ അന്തർഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആലോചനകൾ വന്നിട്ടുള്ളത്. അല്ല, എന്തിനാ 45 മീറ്റർ പിന്നെ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇനി 45 മീറ്റർ എന്ന വാദം തന്നെ വരുന്നത് നമ്മളല്ല, അത് ദേശീയപാത അതോറിറ്റിയാണ്. 60 മീറ്റർ എന്ന് പറഞ്ഞു, അത് പിന്നെ കുറച്ച് 45 മീറ്റർ ആക്കി. ഇതൊന്നും കേരളത്തിൽ ഒരു ജനങ്ങളുടെ ആവശ്യമല്ല, കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമല്ല. ഈ ഒരു സംവാദത്തില് എനിക്ക് ഒരു വളരെ വികാരപരമായി ഈ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്, കേന്ദ്ര സർക്കാരിന്, അതായത് ദേശീയപാത അതോറിറ്റിയുടെ നയവും ഇവിടെ അമെൻമെന്റ് ചെയ്തു കൊണ്ടുവന്ന ദേശീയപാത അതോറിറ്റി നിയമവും ഇടതുപക്ഷത്തിന്റെ നയവും തമ്മിലൊരു വൈരുദ്ധ്യമുണ്ട്. ഈ വൈരുദ്ധ്യത്തിന്റെ ഒരു പ്രശ്നം നമ്മൾ നേരിടുന്ന ഒരു കുഞ്ഞുകണ്ണൻ, അവിടെയാണ് ഇടതുപക്ഷ ബദൽ എന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഈ ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് ദേശീയപാതയ്ക്ക് ഇടതുപക്ഷ ബദൽ ഉണ്ടാക്കാനാണ്
LDF ശ്രമിക്കേണ്ടത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കേരളത്തിലെ അന്തർഘടനാ രംഗത്തെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പഠന കോൺഗ്രസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ അധ്യക്ഷൻ എന്നുള്ള ഇൻട്രൊഡക്ഷൻ സ്പീച്ച് നടത്തിയത് പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ ആ പ്രസംഗത്തിൽ പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. പിണറായി വിജയൻ ഒരു കേരളത്തിലെ ചുങ്കപ്പാതകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ടോൾ കൊടുത്തുള്ള യാത്ര, ഇതെല്ലാം ഒഴിവാക്കപ്പെടേണ്ട പ്രശ്നങ്ങളാണ്. അവിടെയാണ് ചോദ്യം സർ. ഈ ചുങ്കപ്പാത ഒഴിവാക്കിക്കൊണ്ടാണെങ്കിൽ പിന്നെ എന്തിനീ 45 മീറ്ററിൽ വാശി പിടിക്കണം? അത് ദേശീയ പാത അതോറിറ്റിയുടെ ഒരു നയവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ദേശീയപാത അതോറിറ്റിയുടെ നയവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയവും തമ്മിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. അതായത് ഹൈസ്പീഡ് കോറിഡോർ നിങ്ങൾക്ക് 120 കിലോമീറ്റർ സ്പീഡിൽ തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ അത് 45 മീറ്ററേ പറ്റുള്ളൂ. ആ സ്ഥാനത്ത് നീ കേരളത്തിലെ ജനസാന്ദ്രത മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിൽ ഒരിക്കലും 120 കിലോമീറ്റർ സ്പീഡിൽ ഭൂമി കൂടി പോകാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു മിനിറ്റ്, ഇപ്പൊ ടോൾ പിരിക്കുന്ന 69 കിലോമീറ്ററിൽ 27 സിഗ്നലുകൾ ഉണ്ട് എന്ന് നിങ്ങൾ അറിയുക. 27 സിഗ്നൽ 69 കിലോമീറ്ററിൽ 120 പോയിട്ട് 30 കിലോമീറ്റർ വേഗതയിൽ പോകാൻ പറ്റില്ല. സ്ഥലം മാത്രല്ല വീട് നഷ്ടപ്പെടും. 30 ആയാലോ 45 ആയാലോ? 45. 30 നഷ്ടമാവില്ല. ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ എടുത്തു കഴിഞ്ഞതാ. 45 ആയാല് സ്ഥലം മാത്രമാണ് ഞങ്ങൾ സഹിക്കുമായിരുന്നു. വീട് മുറിച്ചുകൊണ്ടാണ് ഈ പാത പോവുക. പല സ്ഥലങ്ങളിലും 60 മീറ്ററാണ് എടുക്കുന്നതെന്ന് ഗവൺമെന്റ് എടുത്തു പറയുന്നുണ്ട്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം നോക്കിയിട്ടാണ് 45 മീറ്റർ. പക്ഷേ ഈ ഗോവയിൽ 30 മീറ്ററിലല്ലേ 4 വരിപ്പാത പണിതത്. അതുപോലെ ഈ കേരളത്തിന്റെ സ്ഥിതി കേരളത്തിലുള്ളവർക്ക് മാത്രമേ വ്യക്തമായിട്ട് അറിയാൻ പറ്റൂ. ഞാൻ KT-യിലേക്കല്ല പോകുന്നത്. ഈ ഘട്ടത്തിൽ എനിക്ക് വേണ്ടത് KP-യുടെ ഒരു സ്റ്റേറ്റ്മെന്റ്. നിങ്ങളുടെ MP, അഥവാ നമ്മുടെ MP ശ്രീ ശശി തരൂർ പറഞ്ഞത് 45 മീറ്റർ ഇല്ലെങ്കിൽ അതിന് ദേശീയപാത എന്ന് വിളിക്കാൻ പറ്റില്ലെന്നാണ്. അല്ല, അതിനെ എന്ത് വിളിക്കണം എന്നുള്ളതല്ലല്ലോ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. ഞാൻ ഞാൻ ഈ സമരത്തിന്റെ ഭാഗമായി നിന്ന ഒരാളാണ്. കാരണം കൊയിലാണ്ടി ചെങ്ങോട്ടാവ് മുതൽ നന്ദി വരെയുള്ള ബൈപ്പാസ് അക്വസിഷൻ നടപടിക്കെതിരെ അതിശക്തമായ സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരാളാണ്. അതിൻ്റെ അകത്ത് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതായത് അപ്പം ഇതിനകത്ത് ശ്രീ CR പറഞ്ഞത് ഒരു വലിയൊരു കള്ളക്കളി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട ഒരാളാണ്. കള്ളക്കളി എന്ന് പറയാൻ അല്ല ഞാൻ പറയട്ടെ, അല്ല അതിനകത്ത് ഞാൻ പറയാം കാര്യങ്ങൾ. ഇതിനകത്ത് ഈ പറയുന്ന ബൈപ്പാസ് വന്നാൽ നഷ്ടപ്പെടുന്നത് 142 കിണറുകളാ. CR 49 കുളങ്ങളാ. നമ്മുടെ നാട്ടിൽ വെള്ളമില്ല എന്ന് പറയുമ്പോൾ ഈ കുളങ്ങളും കിണറുകളെല്ലാം മണ്ണിട്ട് മൂടി അതിൻ്റെ മുകളിലൂടെ ഹൈവേ വന്ന് ഈ നാടിനെ വരൾച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നിലപാടാണ് എന്നുള്ളത് വെച്ചാണ് അതൊരു കാരണവശാലും. പിന്നെ അത് മാത്രമല്ല, ആളുകളുടെ വീട് നഷ്ടപ്പെടുന്ന വേറെ ഘട്ടമായിട്ട് അത് സമ്മതിക്കില്ല. അങ്ങനെ മുഖ്യമന്ത്രി അതിനുവേണ്ടി ഒരു കോൺഫറൻസ് വിളിപ്പിച്ചു. നിയമസഭയുടെ പെറ്റീഷൻസ് കമ്മിറ്റിക്ക് കൊടുത്തു. അവർ വന്ന് ഈ സ്ഥലങ്ങൾ പരിശോധിച്ചു. ഇത് ബോധ്യപ്പെട്ടു. അവർ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തു. മുഖ്യമന്ത്രി കോൺഫറൻസ് വിളിച്ചു. അന്ന് ഈ NHAയുടെ ഒരു തമിഴനാണ് ഇവിടുത്തെ ഒരു ഡയറക്ടർ, സിവിൽ സ്റ്റേഷൻ എടുത്തുണ്ടായിരുന്നത്. അയാളെയും വിളിച്ചു, സുബ്ബറാവു. അപ്പോൾ അയാളെയും വിളിച്ചു. അപ്പോൾ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. അപ്പോൾ മുഖ്യമന്ത്രി ചോദിച്ചു എന്താ ഓൾട്ടർനേറ്റീവ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എലിവേറ്റഡ് ഹൈവേ വേണം. എത്ര ദൂരത്തിൽ? 4 കിലോമീറ്റർ ദൂരത്തിൽ എലിവേറ്റഡ് ഹൈവേ വേണം. മുഖ്യമന്ത്രി ചോദിച്ചു എത്ര രൂപ പണം വേണ്ടി വരും. പറഞ്ഞു 1 കിലോമീറ്റർ 100 കോടി രൂപ എലിവേറ്റഡ് ഹൈവേ. അപ്പോൾ CM പറഞ്ഞ് ആട്ടെ നമുക്ക് ആലോചിക്കാം, അത്രയും ആണെങ്കിലും നമുക്ക് ആലോചിക്കാം. ജനങ്ങൾ അല്ല ഞാൻ ഒരു മിനിറ്റ് അത് ആലോചിക്കാം എന്നൊരു ഗവൺമെന്റ് പറഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞപ്പം NHAയുടെ ആഫീസും പൂട്ടി ഇയാളങ്ങ് പോയി. അയാൾക്ക് ഈ റോഡ് വികസനമാണ് NHAയുടെ താല്പര്യമെങ്കിൽ ആ പണം കണ്ടെത്തി എലിവേറ്റഡ് ഹൈവേ ഉണ്ടാക്കി വെങ്ങളത്ത് ഇപ്പൊ നിന്ന് റോഡ് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. അതിനകത്ത് മറ്റൊരു താല്പര്യമല്ലേ? KT നോക്കൂ, നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് ഇതിന്റെ ശരിയും തെറ്റും തിരിച്ചറിയുക മാത്രമല്ല, തെറ്റൊഴിവാക്കുക എന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇത് പിണറായി വിജയൻ തിരുത്തേണ്ടതാണ് എന്നൊരു പൊതു അഭിപ്രായം വന്നാൽ താങ്കൾ യോജിക്കുമോ? ഇതില് പിണറായി വിജയന്റേതായ ഒരു നിലപാടില്ലേ ഇതില്? CPM പൊതുവായി എത്തിയ, ഞാനൊന്ന് പറഞ്ഞോട്ടെ അരുണേ, CPM പൊതുവായി എത്തിയ ഒരു ധാരണയാണ്. ആ ധാരണ എന്താണ്? ആ ധാരണ ഇത്ര മാത്രമാണ്. കേരളത്തിൽ
ഇപ്പോൾ ദേശീയപാത വികസിപ്പിക്കണം എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അത് 45 മീറ്ററോ 30 മീറ്ററോ അതിൻ്റെ പുനരധിവാസം ഇത്തരം വിഷയങ്ങളാണ് നമ്മളെ തർക്കം നിൽക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമവായമുണ്ടാകാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല. ഇവിടെ വളരെ വികാരപരമായി നന്ദിഗ്രാമിൻ്റെ ഒക്കെ അനുഭവങ്ങൾ ഒരു പാർട്ടിയാണ് നമ്മുടെ പാർട്ടി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM എന്ന് പറയുന്നത് നന്ദിഗ്രാം ഉൾപ്പെടെയുള്ള അനുഭവങ്ങളുടെ ഒരു പാർട്ടി. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ ഒരു വികസന പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് ഒരു കാരണവശാലും ഒരു ബുൾഡോസർ നയം ഇടതുപക്ഷം സ്വീകരിക്കാൻ പോകുന്നില്ല. ഈ കാര്യത്തിൽ ജനങ്ങളുടെ സമ്മതമില്ലാതെ ഈ സംവാദത്തിലുള്ള ഒരു പൊതുധാരണ ഇല്ലാതെ ഇടതുപക്ഷം മുന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. യഥാർത്ഥത്തിൽ എന്തായിരിക്കാം ഗവൺമെന്റിന്റെ പ്ലാൻ? ഇതൊരു ബെയ്റ്റ് ഇട്ട് കൊടുത്തതാണ്, ഒരു ഇരയിട്ട് കൊടുത്തതാണ്. എന്തായിരിക്കും ഇതിൻ്റെ റിയാക്ഷൻ എന്നറിയാനുള്ള ഒരു മുഖ്യമന്ത്രിയുടെ ഒരു തന്ത്രപരമായ നിലപാടായി ഞാൻ അതിനെ തെറ്റൊന്നും പറയുന്നത്. ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ അങ്ങനെ ചില നമ്പറൊക്കെ വേണ്ടി വരും, അതാവാം. ഒരു കാര്യം അനിൽകുമാർ പറഞ്ഞ ഈ എലിവേറ്റഡ് ഹൈവേയുടെ കാര്യം ഒന്ന് പറഞ്ഞേ പറ്റൂ. കാരണം എലിവേറ്റഡ് ഹൈവേക്ക് ഒരു സ്ഥലത്ത് 100 കോടി രൂപയില്ല. കാരണം ബാംഗ്ലൂർ ഇപ്പോൾ എലിവേറ്റഡ് ഹൈവേ കഴിഞ്ഞു, ഇവിടെ ഹൈദരാബാദിൽ മുംബൈ ഉണ്ട്. എലിവേറ്റഡ് ഹൈവേക്ക് കൂടി വന്നാൽ 40-50 കോടി രൂപയിൽ കൂടുതൽ ഒരു കാലത്തും 1 കിലോമീറ്ററിന് വരില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ 1000 കിലോമീറ്റർ എലിവേറ്റഡ് ഹൈവേ പണിയാനുള്ള പണമാണ് 15 മീറ്റർ കൂടുതൽ എടുക്കുന്നത് കൊണ്ട് നഷ്ടപരിഹാരത്തിനായി കൊടുക്കേണ്ടി വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് കൂടാതെ എലിവേറ്റഡ് ഹൈവേ പണിയാം. അപ്പം അതുകൊണ്ട് തീർച്ചയായും സാമ്പത്തികമായാണ് നോക്കുന്നത്. പക്ഷെ ഇവിടെ സാമ്പത്തികം അല്ല വരുന്നത്. കാരണം സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ കരാറ് കൊടുത്ത കമ്പനി NHAI എല്ലാ കരാറും അവർ കൊടുത്തു. DPR വെച്ച് മുമ്പ് കരാറ് കൊടുത്തു പോയതാണ്. ഇപ്പം അതൊക്കെ റദ്ദായി പോയി എന്നുള്ളത് വേറെ കാര്യം. അപ്പം സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുമ്പ്, സമവായം ഉണ്ടാകുന്നതിന് മുമ്പ് കരാറ് കൊടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ കിട്ടിയതാണ്. എങ്ങനെയാണ് റോഡ് പണിയാൻ പോണേന്ന് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇപ്പം ജനങ്ങളുടെ സമരം കൊണ്ടാണ് ആ കരാർ റദ്ദായി പോയത്. കാരണം അല്ലെങ്കിൽ ആ കരാറുണ്ടെന്ന് പറയുമായിരുന്നു നമ്മൾ. ECR പ്രകാരം 15 ദിവസത്തിനകം ഏറ്റെടുത്ത ഭൂമി കൊടുക്കണം. ഇപ്പം ഭൂമി എത്ര, ഇപ്പൊ പലതും 3D 3A നോട്ടിഫിക്കേഷനിൽ എത്ര ആളുകളുടെ ഭൂമി ഇവിടെ ഉണ്ടെന്ന് ചോദിക്കൂ. ഇപ്പൊ തന്നെ ഭൂമിയുണ്ട് ഇവിടെ പലരുടെയും. അതൊക്കെ യഥാർത്ഥത്തിൽ DPR പോയാൽ അതൊക്കെ റദ്ദാവുകയാണ്. ഇതിന്റെ കള്ളക്കളീന്റെ ഒറ്റക്കാര്യം വേണ്ടി പറയും. ഈ അടുത്ത് കലക്ട്രേറ്റിൽ ഒരു ചർച്ച നടന്നിരുന്നു. അതിൽ ഈ സുബ്ബറാവ് ഉണ്ടായിരുന്നു. അപ്പൊ 45 മീറ്റർ എന്തിനാന്ന് ചോദിച്ചപ്പോൾ 2 ഭാഗത്തുള്ള സർവീസ് റോഡാണെന്ന് പറഞ്ഞു. അപ്പൊ സർവീസ് റോഡ് ഇല്ല എന്നുള്ള വിവരാവകാശ പ്രകാരം ഞങ്ങൾക്ക് ഒരു കള്ളാസ് കിട്ടിയിരുന്നു. അപ്പൊ ഞങ്ങൾ അതവിടെ കാണിച്ചു. അപ്പൊ കളക്ടർ ചോദിച്ചു, അതെന്താ ഇങ്ങനെ, നിങ്ങൾ ഈ കാണിക്കുന്ന സർവീസ് റോഡാണല്ലോ, ഇപ്പൊ ഈ വിവരാവകാശ പ്രകാരം ഞങ്ങൾക്ക് കള്ളാസിൽ സർവീസ് റോഡ് ഇല്ലാതെന്താ പറയുന്നത്. അപ്പൊ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ എന്താ പറയുക, അവസാനത്ത് കളക്ടർ നിർബന്ധിച്ചപ്പോൾ പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ സർവീസ് റോഡ് ത്രൂ ആയിട്ടുണ്ടായാൽ ഈയിലെ പൈസ കൊടുത്തിട്ട് ആരെങ്കിലും റോഡ് പോവോ? അപ്പൊ അതിന്റെ പറയാൻ കാരണം ഇത് കള്ളക്കളി. അവിടുന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞാണ് അയാൾ സുബ്ബറാവ് പറഞ്ഞതാണ് സർവീസ് റോഡിന്റെ എല്ലാവരും അതിലേക്ക് പോയില്ല, ഞങ്ങൾക്ക് പൈസ പോയില്ല പോയത്. അപ്പൊ അതുകൊണ്ട് എവിടെ ഏത് മേഖലയിൽ നോക്കിയാലും ഇത് കള്ളക്കളിയാണ്. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുഴുവൻ ആളുകളുടെ സഹകരണം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. ഡൽഹി മുതൽ ആഗ്ര വരെയുള്ള യമുന എക്സ്പ്രസ് ഹൈവേ BOT റോഡിൽ സർവീസ് റോഡ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. വികസിത രാജ്യങ്ങളിൽ വികസനത്തിന്റെ സങ്കല്പം തന്നെ മാറിക്കഴിഞ്ഞു. മരം മുറിക്കുന്നതാണ് ഒരിക്കൽ വികസനമായിരുന്നത് എങ്കിൽ ഇന്ന് മരം മുറിക്കാത്തതാണ് അവിടെ വികസനം. കേരള സമൂഹത്തിന്റെ താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഞങ്ങൾക്കൊരു ബുൾഡോസർ നയമില്ല. അതൊരു സഞ്ജയ് ഗാന്ധി കഥയാണ്. അനിൽകുമാർ ശോഭിക്കരുത്. സഞ്ജയ് ഗാന്ധി കഥയാണ്. അങ്ങനെ ഒരു വികസന സമയം നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോഴും ചെറിയ രീതിയിലുള്ള ഡിസഗ്രിമെന്റ്. നോക്കൂ, ബുൾഡോസർ നയം UDF ഗവൺമെന്റിന് ഇല്ലാത്തത് കൊണ്ടാണ് 5 വർഷം ഇല്ല. ബുൾഡോസർ നയം സ്വീകരിച്ചു. അതിന്റെ ഇരകളാണ് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ. അതിന് ഇരകളാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പിടി കൊടുക്കാതെ 5 വർഷം വഴുതി കളിച്ചു. 45 സർവേക്ക് ഇതാ കണ്ടില്ലേ, സുബ്രാവ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ സർവേ ആരംഭിച്ചു. അതിനെ പ്രതിരോധിച്ചു. നമ്മളൊന്ന് പറയാനുണ്ട്, നമ്മുടെ ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയൻ ഇപ്പോൾ ശക്തമായ ഒരു പ്രസ്താവന നടത്തിയത് കൊണ്ടാണല്ലോ ഇപ്പോൾ ഈ ചർച്ചകളൊക്കെ ഉണ്ടാകുന്നത്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട പ്രവർത്തകരൊക്കെ ഇനി ഒരുപാട് വിഷമിക്കേണ്ടി വരും. വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇവിടെ അത് അങ്ങനെ അത് ഇവിടെ പറഞ്ഞാൽ പോരല്ലോ. അങ്ങനെയാണെങ്കിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി ആ പ്രസ്താവന പിൻവലിക്കട്ടെ. ഇത് ആരോടാ ഈ പറയുന്നത്? മുഖ്യമന്ത്രി ആരോടാ പറയുന്നത്? ഈ 30 മീറ്റർ സ്ഥലം വിട്ടുകൊടുത്ത് വീടൊഴിഞ്ഞു പോവാം എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് ഇരകളോടായി പറയുന്നത്. അവരോടാണ് പറയുന്നത് ഈ ചർച്ചയ്ക്ക് ഇനി ഞാൻ ചർച്ചക്കൊരുക്കമല്ല എന്ന്. മറ്റൊരു കാര്യം, ഇവിടെ UDF സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് 5 വർഷം കടന്നുപോയല്ലോ.
പല പ്രാവശ്യം ഇരകളെ ഇട്ട് കളിപ്പിക്കും. 30, 45, 45, 30 എന്ന് പറഞ്ഞ് കളിപ്പിക്കും. നിങ്ങളെ കളിപ്പിച്ചതല്ല, നാഷണൽ ഹൈവേ അതെ അതോറിറ്റി അതെ കളിപ്പിച്ചതാ. ഓസ്കാർ ഫെർണാണ്ടസ് ഈ കേരളത്തിൽ വന്ന് 3 പ്രാവശ്യം പറഞ്ഞു കേരളത്തിൽ 30 മീറ്ററിൽ പാത പണിയാം. കേരളത്തിന്റെ റോഡ് ജനസാന്ദ്രത അതുപോലെ തന്നെ കെട്ടിട സാന്ദ്രത ദേശീയ ശരാശരിക്ക് എത്രയോ മുകളിലാണ്. കേരളത്തിൽ 45 മീറ്റർ എടുക്കൽ പ്രായോഗികമല്ല, 30 മീറ്ററിൽ പണിയാമെന്ന് ഓസ്കാർ ഫെർണാണ്ടസ് 3 പ്രാവശ്യം വന്ന് പറഞ്ഞു. അന്ന് എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അതിന് നടപടികൾ എടുത്തില്ല? നമ്മൾ ഒരു കൂട്ടരെ മാത്രം കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. 30 മീറ്ററിൽ 4 വരി പാത പണിയാൻ തീരുമാനിച്ചാൽ 2 or 3 വർഷം കൊണ്ട് കേരളത്തിലെ റോഡുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞാലും ഇത് ഇങ്ങനെ 45, 30 കിടന്ന് കളിക്കുള്ളൂ. ഇനി 30 പറ്റാണ്ട് വരും കുറച്ച് കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് വേഗം റോഡ് ഉണ്ടാവണമെങ്കിൽ പിണറായി വിജയൻ ചെയ്യേണ്ടത്, ഇടതുപക്ഷം ചെയ്യേണ്ടത് 30 മീറ്ററിൽ 4 വരി പാത എങ്ങനെയും പണിയിച്ചിരിക്കൂ എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോയാൽ കേരളത്തിൽ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് 4 വരി പാതയുണ്ട്. എനിക്കുള്ളത് ഒരു 4 മുറി പീഡിയ, അതുകൊണ്ടാണ് എൻ്റെ കുടുംബം വളരുന്നത്. അവിടെ ഈ 30 മീറ്റർ എടുക്കുകയാണെങ്കിൽ എൻ്റെ ബിൽഡിങ്ങിന് ബാധിക്കില്ല. അതുകൊണ്ട് തന്നെ 45 മീറ്റർ ആണെങ്കിൽ എൻ്റെ ബിൽഡിംഗ് മുഴുവനായിട്ട് പോകും. അപ്പോഴും താങ്കൾ അടക്കമുള്ളവർ കാറിലും മറ്റു സ്വകാര്യ വാഹനങ്ങളിലും പോകുന്നവർ ഈ തിരക്കുകളിൽ പെട്ടു പോകുമ്പോൾ പഴിക്കുന്നത് ഇതേ സർക്കാരിനെയാണ്. 30 മീറ്ററിൽ എടുത്താലും 45 മീറ്ററിൽ എടുത്താലും നഷ്ടപ്പെടാൻ പോകുന്ന ഒരു വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. വീടും ചുറ്റുമതിലും വളപ്പുകളൊക്കെ 30 മീറ്റർ ആണെങ്കിൽ സന്തോഷത്തോടെ കൊടുക്കും. 30 മീറ്റർ ആണെങ്കിൽ സന്തോഷത്തോടു കൂടി കൊടുക്കാൻ തയ്യാറായ ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ ചുറ്റളവിലുള്ള ഒരുവിധം ആളുകളൊക്കെ ഇതിന് തയ്യാറാണ്. എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ എൻ്റെ സ്ഥലം ഞങ്ങളുടെ ഭാഗത്തൊക്കെ എടുത്തിരിക്കുന്നത് 57 പ്രകാരമുള്ള ആക്ട് പ്രകാരം 3D വന്നിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ആളുകളോട് പറയാ, ഇപ്പോൾ കുറച്ച് ആൾക്കാർ രേഖകൾ കൊണ്ട് കൊടുത്തു ഈ കഴിഞ്ഞ 7-ാം തീയതി. അവരോട് പറഞ്ഞു, കളക്ടർ പറഞ്ഞു, നിങ്ങൾ ആധാരം കൊണ്ടുവരൂ, അതിൻ്റെ ഇതാക്കി തരാം. ഈ സ്ഥലവും കൊടുക്കും, അതിൻ്റെ പുറമെ ഇതൊക്കെ ഇവർ തെളിയിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചു. ഇരകളോട് ഒരു വിധത്തിലുള്ള നീതിയും കാണിച്ചിട്ടില്ല. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ്റെ ടൈമിൽ അവിടെ മൂരാട് വെച്ച് ഒരു ഞങ്ങളുടെ ഇരകളുടെ ഒരു സമരം, ഈ സ്ത്രീകളൊക്കെ ഞാൻ ഒത്തുകൂടിയിട്ട് വളരെ മൃഗീയമായിട്ടുള്ള ഒരു പരിഷ്കൃത സമൂഹം ചെയ്യാൻ പാടില്ലാത്ത ജനനേന്ദ്രിയം വരെ പിടിച്ച് വേദനിപ്പിച്ചുകൊണ്ടുള്ള ഇതിന് ശേഷം അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല ഇതിന് ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇതുപോലെ തന്നെയാണ് ഞങ്ങൾ ഇനി പിണറായി വിജയൻ 2 വർഷം കൊണ്ട് ഇവിടെ ഇതിന്റെ വികസനത്തിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് ശരിയാവും. 30 മീറ്ററിൽ ന്യായമായ വിലയിൽ തരുമ്പോൾ നമ്മൾ മാന്യമായിട്ട് ഇറങ്ങും. അതല്ല 45 മീറ്ററുമായിട്ടും BOT-യുമായിട്ടാണെങ്കിലും മലപ്പുറം ജില്ലയിലാണ്, മലബാർ മാപ്പിളയാണ് ഞാൻ. എല്ലാ ചരിത്രങ്ങളും എല്ലാവർക്കും അറിയുന്നതാണ്. അതേ ചോര തന്നെയാണ് ഞങ്ങളുടെ സിരകളിലുമുള്ളത്. ഇനി പിണറായി വിജയനും അത് ബോധ്യപ്പെടണം എന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് വരികയാണെങ്കിൽ അത് ആ രീതിയിൽ നമ്മൾ ഇറങ്ങിത്തരും. അതല്ല 45 BOT എന്നുള്ള രീതിയിലാണെങ്കിൽ ആത്യന്തികമായിട്ട് നമ്മൾ തന്നെ തീരുമാനിക്കും. കേരള സംബന്ധിച്ച് കണ്ട ഏറ്റവും ആർജവമുള്ള സ്റ്റേറ്റ്മെന്റോട് കൂടിയാണ് ഈ ചർച്ച ഞങ്ങൾ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സർവേ നടപടിയുണ്ട്, അത് നിർത്തിവെക്കാൻ ആദ്യം പറയാം. പിണറായി വിജയൻ പറയുന്നു ചർച്ചയില്ല എന്ന്, സഖാവ് പറയുന്നു ചർച്ച ഉണ്ട് എന്ന്. ഇത് കേൾക്കുമ്പോൾ ഒരു കഥയാണ് ഓർമ്മ. മുമ്പ് ഒരു നായുടെ തല കുടത്തിൽ കുടുങ്ങിയിരുന്നു. ഒരു വിദ്വാനുണ്ട്, പരിഹാരം പറയുന്ന ഒരു മഹാവിദ്വാൻ. അയാൾക്ക് ചെന്നപ്പോൾ അയാൾ പറഞ്ഞു ആ നായനങ്ങ് അറക്കാൻ. അർത്ഥം നോക്കിയപ്പോൾ എന്താ, തല കുടത്തിൽ തന്നെയാണ്. നായൻ്റെ തല എടുത്തപ്പോൾ തല കിട്ടൂലല്ലോ. അതാണ് ഇപ്പോൾ നടക്കുന്ന തമാശ നടക്കുന്നത്. 30 മീറ്റർ 6 വരി പാത ഉണ്ടാക്കാന്ന് VS പറഞ്ഞതാ. അപ്പം VS പറഞ്ഞതോ സർവകക്ഷി യോഗം എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇപ്പം പിണറായി പറഞ്ഞത് എടുക്കേണ്ടത്. എൻ്റെ വീടും പോകും സ്ഥലവും പോകും. 2 പ്രാവശ്യം പോയി. ഇനി 3-ാമത്തെ പ്രാവശ്യം എനിക്ക് വീടെടുക്കാൻ സ്ഥലമോ അല്ലെ പണമോ ഇല്ല. ഞാൻ എൻ്റെ ഒരു വിധവയാണ്. 45-ലാണെങ്കിൽ കുറേ വീടുകൾ പോകും. അതിലേറ്റവും വലിയ രക്തസാക്ഷി ഞാനാണ്. എൻ്റെ 1 നില വീടും 2 നില വീടും 36 സെൻറ്റ് സ്ഥലവും എനിക്ക് നഷ്ടപ്പെടും. 10-28 വയസ്സായി. ഇനി എങ്ങനെയാണ് ഞാനൊരു വീടെടുക്കുക? ഈ ചർച്ച മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംശയമാണ്. ഇപ്പോൾ ഈ ഇരിക്കുന്ന ഈ ദേശീയപാതയുടെ വീതി വർദ്ധിപ്പിക്കുന്നതുമായിട്ട് എതിർത്ത് സമരം ചെയ്ത ആൾക്കാർ ഒരൊറ്റ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. 30 ആണെങ്കിൽ ഞങ്ങൾ ഇറങ്ങിത്തരാമെന്ന്. പിണറായി വിജയൻ ആവശ്യം അതായിരുന്നില്ലേ? അല്ല, അങ്ങനെയാണോ എന്നിപ്പോൾ CR പറഞ്ഞതുപോലെ അതിനു വേണ്ടിയാണോ 45 എന്നുള്ള ഒരു വാദഗതി ഉന്നയിച്ചത് എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ടിയിരിക്കും. കാരണം കുറച്ചെങ്കിലും പോകാതിരിക്കുമല്ലോ എന്ന് ധരിക്കുമ്പോൾ കാര്യങ്ങൾ നടക്കാമെന്ന്. ഏതായാലും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നു, നമുക്ക് 30, 45, 60 ഒക്കെ ആകാം, പക്ഷേ സ്ഥലമുള്ളിടത്താകണം. പാവപ്പെട്ടവനെ കുടിയിറക്കി അവൻ്റെ ജീവിതം മുട്ടിച്ച് അവനെ തെരുവോട്ടത്തേക്ക് ഇറക്കി വിട്ട് ഇവിടെ കോൺക്രീറ്റ് പാത ഉണ്ടാക്കി അതിനകത്തൂടെ അല്ല എന്ത് പാതയായാലും ഉണ്ടാക്കി പോകുന്നതിന് അനുകൂലിക്കാൻ, അതുമായി സഹകരിക്കാൻ
ബുദ്ധിമുട്ടാണ്. ശശി തരൂരിന്റെ 45 മീറ്റർ എന്തായാലും അനിൽകുമാറിന് വേണ്ട എന്ന് തുറന്നു പറയാൻ കാണിച്ച ഈ ആർജവത്തിനൊരു നന്ദിയുണ്ട് ആ അർത്ഥത്തിൽ. ഷക്കീർ, കേരളത്തിലെ പാർട്ടികളും കേരളീയ ഭരണകൂടവും ഒന്നാമതായി പ്രതിനിധീകരിക്കേണ്ടത് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങളെ തന്നെയാണ്. അത് പ്രതിനിധീകരിച്ചാൽ കേന്ദ്രം അത് കേൾക്കും എന്നതിൻ്റെ തെളിവാണ് ഗോവയിൽ നടന്ന റോഡ് വികസനം. അതിൻ്റെ തെളിവാണ് നേരത്തെ ഓസ്കാർ ഫെർണാണ്ടസ് കേരളത്തിൽ വന്നിട്ട് നടത്തിയ 2 പ്രസ്താവനകൾ. അപ്പോൾ അങ്ങനെ ഒരു സമ്മർദ്ദം കേരളത്തിലെ മുന്നണികളോ നിലവിലുള്ള സർക്കാരോ കേന്ദ്രത്തിൽ ചെലുത്തിയിട്ടുണ്ടോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. അപ്പോൾ എന്തായാലും ആദ്യം സർക്കാരിൻ്റെ ഇച്ഛാശക്തി കാണിക്കേണ്ടത് ഇപ്പോൾ നടത്തിയിട്ടുള്ള എല്ലാ ഭൂമി ഏറ്റെടുക്കൽ നടപടികളും നിർത്തിവെച്ചുകൊണ്ടും പുതിയതായി ഏത് രൂപത്തിൽ ചെയ്യണമെന്ന് ചർച്ചയ്ക്ക് തയ്യാറായിക്കൊണ്ടും ഗവൺമെന്റ് മുമ്പോട്ട് വരണം എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഈ ഭൂമി നഷ്ടപ്പെട്ടവർ മാത്രമാണ് ഇരകൾ എന്ന് കരുതരുത്. കാരണം കേരളത്തിലെ മുഴുവൻ ആളുകളും ഇരകളാണ്. ഇപ്പോൾ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നോർത്തിൽ നിന്നും വരുന്ന ഒരു 10 ടൺ ലോറി ഇവിടെ എത്തുമ്പോൾ അവർ കൊടുക്കുന്നത് 12,000 രൂപയുടെ ടോളാണ്. 10 MTക്ക് ഒരു ലോറിക്ക് ചെലവ് വരുമ്പോൾ നമ്മുടെ സാധന സാമഗ്രികളുടെ മുഴുവൻ വിലയും വർദ്ധിക്കുന്നുണ്ട്, എല്ലാത്തിൻ്റെയും വില വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അഡീഷണൽ കൊടുക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക സാമൂഹ്യ പ്രശ്നം ഇതിൽ നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാന തലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിക്കുന്ന ദേശീയപാത വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളെ, അതിനിരകളാകുന്ന ആളുകളെ കണക്കിലെടുത്തുകൊണ്ട് വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമായിരിക്കുമെന്ന കാര്യം എനിക്ക് പാർട്ടി നയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതുപോലൊരു സംവാദത്തിൽ ഉറപ്പ് നൽകാൻ കഴിയും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിമാരുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എംപിമാർ ഈ ദേശീയപാത അതോറിറ്റി നിയമം അമെൻമെന്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ ഇതിനെ എതിർത്തത് ഇടതുപക്ഷം മാത്രമാണ്. അത് നമ്മൾ കാണണം. അനിൽകുമാറിന്റെയും ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ ഒന്നിച്ച് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി BOT അതുപോലെ തന്നെ BOT ഇതിന് വേണ്ടിയിട്ട് എന്താണ് കൈപൊക്കിയ ആൾക്കാരാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നയസമീപനം സ്വീകരിച്ച പാർട്ടിയുടെ മുഖ്യമന്ത്രി എന്തിനു വേണ്ടി 45 മീറ്റർ എന്ന് വാശി പിടിക്കുന്നു? അനിൽകുമാർ പറയുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. അപ്പം നയപരമായിട്ട് ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. നയപരമായിട്ട് അങ്ങനെ രാഷ്ട്രീയം കളിക്കണ്ട ഈ ചർച്ചയിൽ. അത് വേണ്ട, അങ്ങനെ രാഷ്ട്രീയം കളിക്കണ്ട ആ ചർച്ചയിൽ. ഈ ചർച്ച രാഷ്ട്രീയം കളിക്കണ്ട. അപ്പം രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരം BOT ഉൾപ്പെടെയുള്ള നയങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു നിലപാടുള്ളതാണ്. BJPക്കും കോൺഗ്രസിനും ഇല്ലാത്ത ഒരു സവിശേഷത ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കേരള വികസനവുമായി ബന്ധപ്പെട്ട് ചുങ്കപ്പാത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം സംവാദങ്ങളെല്ലാം തന്നെ ഒരു ജനാധിപത്യ സമൂഹമാണല്ലോ. ഈ കേരള സമ്മിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള പരിഹാരചനകൾക്ക് അവസരമൊരുക്കും എന്നാണ് ഞാനും നിങ്ങളോടൊപ്പം പ്രതീക്ഷിക്കുന്നത്. ചർച്ചയുണ്ടാവും അല്ലേ സാർ? ചർച്ചയുണ്ടാവൂ എന്ന് ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ് പറയേണ്ടത്. CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വികസന പ്രവർത്തനങ്ങളും ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ നടപ്പാക്കാൻ പാടുള്ളൂ. നിങ്ങളെ ഈ പത്രസമ്മേളനമല്ലേ ഇത്? മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ വിഭാഗം ആളുകളുമായിട്ട് ഈ കാര്യത്തിൽ അഭിപ്രായ രൂപീകരണം നടത്താതെ ഈ ദേശീയപാത വികസനം മുന്നോട്ട് പോകില്ല എന്ന കാര്യം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. ആ കാര്യത്തിൽ എന്താണ് വെറുതെ അനാവശ്യമായിട്ട് ചർച്ചയുണ്ടായി. 30 മീറ്ററിൽ സർക്കാർ ചെലവിൽ നിർമ്മിക്കുകയാണെങ്കിൽ റോഡ് നടക്കും, നമ്മൾ ഒഴിഞ്ഞു കൊടുക്കും. അതല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഹാപ്പൻ, സംഭവിക്കില്ല ഒരിക്കലും. ഇത് ആർജവമുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. മലബാറിന്റെ മേഖലയിൽ നിന്ന് വന്നൊരു ചെറുപ്പക്കാരൻ ആർജവത്തോടു കൂടി പറയണമെങ്കിൽ വികസന വിരോധി ആയതുകൊണ്ടല്ല, നഷ്ടപ്പെടുന്നതിനെ കുറിച്ചുള്ള വിരോധമുള്ളതുകൊണ്ടുമല്ല. BOTയും ചുങ്ക റോഡുകളും ഒരു രാഷ്ട്രീയമാണെന്ന തിരിച്ചറിവിൽ നിന്നാണ്. ആ തിരിച്ചറിവാണ് ഈ ചർച്ച മുന്നിലേക്ക് വയ്ക്കുന്നത്. ബഹുമാനപ്പെട്ട പിണറായി വിജയനിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്.